പറയുകയാണ്. പ്രിയരെ, സംഭവങ്ങൾ നമുക്ക് വിരോധമായി മാറുകയാണ്. പുറമേ ചിരിക്കുന്നവരുടെ മുൻപിലും അടിയൊഴുക്കുകൾ ധാരാളമുണ്ട്. സുവിശേഷത്തെയും ആരാധനയും ഇല്ലാതെയാക്കി കളയാൻ വേണ്ടി പൈശാചിക മണ്ഡലങ്ങൾ ഫണം പിരിച്ച് തലമുക്കി എഴുന്നേൽക്കുകയാണ്. എത്ര നാളിതുപോലെ ലൈറ്റും കത്തിച്ചിട്ട് പന്തലും കെട്ടി പരസ്യ സ്ഥലത്ത് യേശു ദൈവമെന്ന് വിളിച്ചു പറയാൻ അവസരം കിട്ടുമെന്നറിയില്ല. അതുപോലെ കാര്യങ്ങൾ നമുക്ക് വിരോധമായി മാറിക്കൊണ്ടിരിക്കുമ്പോൾ ലഭിച്ച അവസരം ഭാഗ്യമാണെന്ന് അറിയുന്ന ദൈവമക്കളൊക്കെ ഒന്ന് കർത്താവിന് സ്തോത്രം ചെയ്ത്, നിങ്ങൾക്ക് വേണമെങ്കിൽ ആരാധിക്കാതിരിക്കാം, നിങ്ങൾക്ക് വേണമെങ്കിൽ കൈയടിക്കാതിരിക്കാം, നിങ്ങൾക്ക് വേണമെങ്കിൽ പ്രാർത്ഥിക്കാതിരിക്കാം, നിങ്ങൾക്ക് വേണമെങ്കിൽ ദൈവ സാന്നിധ്യം കൊതിക്കാതെ ഇരിക്കാം. പക്ഷെ ഇന്ന് രാത്രി എന്തെങ്കിലും ഒരു ഉപകാരം ദൈവം ചെയ്തിട്ടുണ്ടെങ്കിൽ, ദൈവം ചെയ്ത നന്മകളെ കുറിച്ച് നിങ്ങൾക്ക് ബോധമുണ്ടെങ്കിൽ, നിങ്ങളൊരു പ്രാകൃതനോ ചെടീകനോ അല്ല, നിങ്ങളൊരു ആത്മീകനാണെങ്കിൽ അറിയാതെ പരസ്യ സ്ഥലത്ത് രാജവസ്ത്രം ഒഴിഞ്ഞു വെച്ച് പഞ്ഞുനൂലിന്റെ അങ്കി ധരിച്ച് ദൈവത്തെ ആരാധിച്ച ദാവീദിനെ പോലെ ശബ്ദമുയർത്തി കർത്താവിനെ സ്തുതിച്ചു തുടങ്ങിയാട്ടെ. ആരാധന ഒരു അഭിനയമല്ല, ആരാധന ഒരു അനുഭവമാണ്. ആരാധന ഒരു അഭിനയമല്ല, ആരാധന ഒരു അനുഭവമാണ്. ഇന്ന് രാത്രി നിങ്ങൾ ഈ പന്തലിൽ സന്തോഷത്തോടെ ഇരിക്കുമ്പോൾ എത്രയോ മാതാപിതാക്കൾക്ക് മക്കളെ നഷ്ടപ്പെട്ടെന്ന്, എത്രയോ മക്കൾക്ക് മാതാപിതാക്കളെ നഷ്ടപ്പെട്ടു, എത്രയോ പേര് കറുത്ത തുണി തലയിൽ ചുറ്റിക്കൊണ്ട് മരണത്തിന്റെ മണിമുഴക്കത്തിന് വേണ്ടി ക്യാൻസർ സെന്ററുകളിൽ കാത്തുകെട്ടി കിടക്കുമ്പോൾ ആയുസ് നൽകിയ ദൈവത്തെ അപമാനിക്കാതെ കരങ്ങളെ അടിച്ചു വായി തുറന്ന് കർത്താവിനെ സ്തുതിക്കുക. ഓരോ ശബ്ദമുയർത്തി കർത്താവിനെ ആരാധിച്ചാട്ടെ. ശബ്ദമുയർത്ത് അടുത്തിരിക്കുന്നവരെ ശ്രദ്ധിക്കാതെ അന്യഭാഷ പറഞ്ഞ് ദൈവത്തെ ആരാധിക്കുക. പിതാവേ, നല്ല രാത്രിക്കായി സ്തോത്രം. മനുഷ്യന്റെ അധര ചർവണമല്ല, ദൈവത്തിന്റെ ആലോചനയ്ക്ക് വേണ്ടി ഞങ്ങൾ കാത്തിരിക്കുകയാണ്. ഈ ദേശത്തോട് സംവാദിക്കണമേ, സംസാരിക്കണമേ, അലസതകളെ ശാസിക്കണമേ. ദൈവപുത്രന്റെ ക്രൂശ് ഇന്ന് രാത്രി ഈ പന്തലിൽ ഉയർത്തപ്പെടട്ടെ. വേഴാമ്പൽ മഴയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നത് പോലെ ദൈവ ശബ്ദത്തിന് വേണ്ടി ഞങ്ങൾ കാത്തിരിക്കുന്നു. ഞങ്ങളെ ഒരുമിച്ച് അനുഗ്രഹിക്കും. യേശുവിൻ നാമത്തിൽ തന്നെ ഉറക്കെ ഒരു ആമേൻ പറഞ്ഞാട്ടെ. കരമുയർത്തി ശക്തിയോടെ ഹല്ലേലൂയ. എല്ലാ കരങ്ങളും ഉയർത്തി ശക്തിയോടെ. എൻ്റെ ഈ ചെറിയ പ്രഭാഷണ ജീവിതത്തിൽ വേദപുസ്തകത്തിൽ എനിക്ക് പ്രസംഗിക്കാൻ ഇഷ്ടമുള്ള ഒത്തിരി വ്യക്തികളുണ്ട്. 700 കിലോ തൂക്കമുള്ള സിംഹത്തിനെതിരെ 70 കിലോ തൂക്കമുള്ള ദാവീദ് ഓടിച്ചെന്നിട്ട് അതിനെ കീറിയെന്ന് പറഞ്ഞാൽ ബോധമുള്ളവരുടെ അകത്ത് ആവേശമുണ്ടാകും.
കാട്ടിൽ കുട്ടി കവർന്നു പോയ കാട്ടുകരടി പാഞ്ഞു വരുമ്പോൾ അതിനെ ഇല്ലായ്മ ചെയ്ത ദാവീദിന്റെ കരങ്ങളിലെ ശക്തിയെക്കുറിച്ച് ആലോചിക്കുമ്പോൾ അറിയാതെ ഒരു സ്തോത്രം നമ്മുടെ വായിക്കകത്തുണ്ടാവും. വഴുതിപ്പോകുന്ന കഴുതയുടെ താടിയല്ലുകൊണ്ട് ശത്രു സംഹാരം നടത്തിയ ശിംശോന്റെ ചരിത്രം എന്നും സിരാധമനികളിൽ അഗ്നിയായി ആളിപ്പടരുന്നുണ്ട്. ഒരു കുതിരയ്ക്ക് 4 കാലുണ്ടെങ്കിൽ 7 കുതിരയ്ക്ക് ലാടം തറച്ച 28 കാല് മണ്ണിൽ മാന്തി ഊക്കോടെ പാഞ്ഞു പോകുമ്പോൾ 2 കാലുള്ള ഏലിയാവെന്ന ദൈവമനുഷ്യൻ 7 കുതിരയെ കെട്ടിയ രഥത്തിന്റെ മുൻപിൽ ഓടിക്കേറിയെന്ന് പറഞ്ഞാൽ ശവപേടകത്തിൽ മരിച്ചു കിടക്കുന്നവനും അറിയാതെ എഴുന്നേറ്റിരുന്ന് സ്തോത്രം ചെയ്യും. അടച്ചിട്ട മുറിക്കകത്ത് കിടന്നുറങ്ങാൻ എനിക്കും നിങ്ങൾക്കും പേടിയുള്ളപ്പോൾ തേറ്റ പല്ലുകളുള്ള സിംഹത്തിന്റെ ഗുഹയിൽ ഒരു ദൈവമനുഷ്യൻ ഉറങ്ങിയെന്ന് പറഞ്ഞാൽ ആരുടെ അകത്താണ് ആവേശമുണ്ടാകാത്തത്? ഇങ്ങനെ രക്തം തിളപ്പിക്കുന്ന എത്ര സംഭവങ്ങളും വ്യക്തികളും പുസ്തകത്തിന്റെ അകത്താളുകളിൽ വിശ്രമിക്കുമ്പോൾ ഇന്ന് രാത്രി ഈ പന്തലിൽ ഞാൻ ഉയർത്തുന്നവൻ സിംഹത്തെ കീറിയിട്ടുമില്ല, സിംഹത്തിന്റെ ഗുഹയിൽ കടന്നുറങ്ങിയിട്ടുമില്ല, കുതിരയെ ഓടിത്തോപ്പിച്ചിട്ടുമില്ല. പക്ഷെ പാപവും പാതാളവും വിറയ്ക്കണമെങ്കിൽ ആകാശത്തിന്റെ കീഴിൽ ഈ ഭൂമിക്ക് മുകളിൽ നൽകിയ 1000 നാമമില്ല, ഒരൊറ്റ നാമമേ ഉള്ളൂ. അത് ഞാൻ ഉയർത്തുന്ന യേശുവിന്റെ നാമമാണ്. യേശുവുമായിട്ട് എന്തെങ്കിലും ബന്ധമുള്ളവരാ കൈ ഉയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. മറ്റൊരുവനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ ആകാശത്തിന്റെ കീഴിൽ ഭൂമിക്ക് മുകളിൽ ഒരൊറ്റ നാമമേ ഉള്ളൂ. അത് യേശുവിന്റെ നാമമാണ്. പാർലമെന്റ് വിരോധമായാലും നിയമസഭ വിരോധമായാലും അരമുറുക്കിയ നിയമപാലകരെതിരായാലും അരമുറുക്കിയ മതസേവകരെതിരായാലും കഴുത്തു മുറിച്ച് വഴിയിൽ കൂടെ ഉരുട്ടിവിട്ടാലും ഉളുമ്പ് മണക്കുന്ന രക്തം ആമെ മണ്ണിലേക്ക് ചിതറിത്തെറിക്കേണ്ടി വന്നാലും തൊണ്ടക്കുഴിയിൽ ശബ്ദമുള്ളിടത്തോളം കാലം അറിയാതെ വിളിച്ചു പറയൂ, ലോകത്തിൽ മനുഷ്യന് രക്ഷിക്കപ്പെടാൻ ആ കരമുള്ളവരാ കൈയൊന്ന് അടിച്ചു ദൈവത്തിന് നാമം പറഞ്ഞാട്ട്. ഒരൊറ്റ നാമമേ ഉള്ളൂ, അത് യേശുവിന്റെ നാമമാണ്. അനുകൂല ഘടകങ്ങളുടെ പിന്തുടർച്ചയല്ലായിരുന്നു ദൈവസഭ. അടിസ്ഥാനമിട്ട കാലം മുതൽ തേറ്റപ്പല്ലുകളുമായി കടിച്ച് കീറാൻ നിൽക്കുന്ന ഒരു പറ്റം ചെന്നായ്ക്കളുടെ നടുവിലൂടെ ബുഭുക്ഷയോടെ വരുന്ന കാളക്കൂറ്റന്മാരുടെ ഇടയിലൂടെയാണ് ഇന്നു വരെ ദൈവസഭ വന്നത്. എന്നാൽ ഉറപ്പ് യേശുവാ പറഞ്ഞത്, ഞാൻ എന്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിന് ജയിക്കുകയില്ല. സകല മനുഷ്യന്റെയും ചരിത്രം അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് കഠിനവേദനയോടെ അലറിക്കരഞ്ഞ് ഉലകത്തിലേക്ക് പ്രസവിക്കുമ്പോൾ തുടങ്ങി മരണമെന്ന 3 അക്ഷരത്തിൽ പേടകത്തിന്റെ അകത്ത് കയറി 6 അടി മണ്ണിൽ അസ്തമിക്കുമ്പോൾ സകല മനുഷ്യന്റെയും ചരിത്രം അവിടെ കൊണ്ട് അവസാനിക്കും. എന്നാൽ ഇന്ന് രാത്രി ഞാൻ ഉയർത്തുന്ന യേശു ജനിച്ചപ്പോഴല്ല ചരിത്രം തുടങ്ങിയത്. അവൻ ജനിക്കുന്നതിന് മുമ്പ് ചരിത്രം തുടങ്ങിയവനാണ്. മരിച്ചപ്പോൾ അവന്റെ ചരിത്രം അവസാനിച്ചില്ല, മരിച്ചിട്ടും ചരിത്രം തുടരുന്ന, ഞാൻ അവക്കൊന്നുകൂടെ പറയാ, ജനിക്കുന്നതിന് മുമ്പേ ചരിത്രം തുടങ്ങിയ, മരിച്ചിട്ടും ചരിത്രം അവസാനിക്കാത്ത ഒരൊറ്റ ഒരുവനേ ഉള്ളൂ, അത് ഞാൻ ഉയർത്തുന്ന യേശുവാ. ഇവിടുത്തെ സകല ദൈവങ്ങളും അത്ഭുതം ചെയ്ത് ദൈവങ്ങളായതാ. എന്നാൽ എന്റെ യേശു അത്ഭുതം ചെയ്ത് ദൈവമായതല്ല, അവൻ ദൈവമായതുകൊണ്ട് അത്ഭുതം ചെയ്തതാണ്. ഞാൻ അവക്കൊന്നുകൂടെ ആവർത്തിക്കുകയാ, ഗ്രേഡ് മൂത്ത് യെസയ്യായ ഒരു ദൈവത്തെ അല്ല ഞാൻ ഉയർത്തുന്നത്, അവൻ ദൈവമായതുകൊണ്ട് അത്ഭുതം ചെയ്തതാണ്. ഇനി ആ കരങ്ങളെ ഒന്ന് ഉയർത്തി ഒരു ആമേൻ പറഞ്ഞാട്ടെ. എന്നോട് കഴിഞ്ഞ ദിവസം ആരാണ്ടി ചോദിച്ചു, എന്തിനാ ഈ കൈമുക്കുകയല്ലാത്തവരെ കൊണ്ട് കൈമുക്കിച്ച് പിന്നെ അല്ലേലിയ പറയിപ്പിക്കുന്നത്? ഞാൻ പറഞ്ഞു, എനിക്ക് പ്രത്യേകിച്ച് നേട്ടമൊന്നും ഉണ്ടായിട്ടില്ല. നിങ്ങൾ അവിടെ നിന്ന് കൂർക്കം വലിച്ചുറങ്ങിയാലും ഞാൻ ഈസി ആയിട്ട് 9:15 വരെ പ്രസംഗിച്ചു പോകും.
24 വർഷമായി ഞാൻ യേശുവിനെ പ്രസംഗിക്കാൻ തുടങ്ങിയിട്ട്. കയ്യടിയുടെ പുറത്ത് കാലെന്ന് പെരുത്ത് കയറുന്ന വിഭ്രമരാഗത്തിന്റെ വെപ്രാളമല്ല എൻ്റെ പ്രസംഗം. എൻ്റെ പ്രസംഗം മേളിരിക്കുന്ന ഒരാളെ കുറിച്ചുള്ള എൻ്റെ ഉത്ബോധമാണ്. എത്ര പേര് ആമേൻ പറയുന്നുണ്ട്? പിന്നെ കൈമുക്കി ഹല്ലേലൂയ പറഞ്ഞാലുള്ള ഗുണം നിങ്ങൾക്കാണ്. നാളെ രാവിലെ എങ്ങാനും ഈ കൈ തളർന്നു പോയാൽ ആശ്വസിക്കാമല്ലോ, ഇന്നലെ രാത്രി ഞാനൊരു 20 ഹല്ലേലൂയ പറഞ്ഞതാണെന്ന്. എന്നെ കൊണ്ടുവല്ലാം പറയുമേ. റാന്നിയിലെ ഒരു പാസ്റ്റർ ഒരു അമ്മാമ്മയോട് വിളിച്ചു ചോദിച്ചു, എന്താ ആരാധനയ്ക്ക് വരാഞ്ഞത്? 3 ആഴ്ചയായല്ലോ കണ്ടിട്ടെന്ന്. അമ്മാമ്മ പറഞ്ഞു, സ്റ്റെപ്പ് കയറാൻ മേലെന്ന്. സ്റ്റെപ്പ് കയറാൻ മേലെന്ന്. ആ അമ്മാമ്മയുടെ വീടിന്റെ മുറ്റത്തോട്ട് വെള്ളം കയറി വന്നപ്പോ ഉണ്ടല്ലോ, അമ്മാമ്മ എലിവാണം വിട്ടതുപോലെയാ സ്റ്റെപ്പ് കയറിയത്. പിന്നല്ലാതെ അപ്പോ ഇതൊക്കെ കൈ പൊങ്ങുന്നില്ലെങ്കിൽ അതൊക്കെ നമ്മുടെ പ്രശ്നം തന്നെയാ. ഹല്ലേലൂയ. ഞാൻ ഇന്ന് രാവിലെ എന്നെ ആരോ ഫോൺ ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞു, 1-ാം നൂറ്റാണ്ടിലെ ദൈവസഭയിൽ ആള് കയറിയാൽ ആരാധിച്ചപ്പോഴാ, സ്നാനപ്പെട്ടത് പ്രസംഗിച്ചപ്പോഴാ. ഒന്നുകൂടെ, സഭയ്ക്കകത്ത് ആള് കയറിയത് ആരാധിച്ചപ്പോഴാ. ആമേൻ. ആളുകൾ സ്നാനക്കുളത്തിൽ ഇറങ്ങിയത് ആമേൻ ദൈവവചനം പ്രസംഗിച്ചപ്പോഴാ. ആരാധന ദൈവമക്കൾക്ക് ഒഴിച്ചുകൂടാൻ കഴിയാത്ത കാര്യമാണെന്ന് വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. അതൊക്കെ ഞാൻ പുറകെ പറയാം. ആമേൻ. എന്റെ വിഷയം യേശുവാണ്. യേശുവാണ്. എന്തിനാ വന്നത്? എങ്ങനെയാ ജനിച്ചത്? എന്താ സംസാരിച്ചത്? എങ്ങനെയാ വളർന്നത്? എത്ര നാള് ശുശ്രൂഷിച്ചു? എന്താണ് ശുശ്രൂഷിച്ചത്? എങ്ങനെയാ മരിച്ചത്? കൊന്നതാണോ? എങ്കിൽ ആര് അടക്കപ്പെട്ടോ? എവിടെ ഉയർത്തെഴുന്നേറ്റോ? ഇപ്പോഴെവിടെ? ഇനി വരുമോ? ഇതുപോലെ ഒരു കെട്ട് ചോദ്യങ്ങളുടെ മറുപടിയാണ് സുവിശേഷ യോഗങ്ങളുടെ ലക്ഷ്യം. എത്ര പേര് ആമേൻ പറയുന്നുണ്ട്? PM ഫിലിപ്പ് സാറ് നിത്യത ആമേൻ വിശ്രമിക്കുന്ന ദൈവമനുഷ്യൻ പറഞ്ഞ വാക്ക് ഞാൻ കടമെടുത്ത് പറയുന്നു. ക്രൂശിൽ ആണിയടിക്കുന്ന ശബ്ദം ഒരു യോഗത്തിന് കേട്ടില്ലെങ്കിൽ ആ യോഗം സുവിശേഷ യോഗമല്ല, അത് ശബ്ദമലിനീകരണമാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ പ്രസംഗം വേദപുസ്തകം നന്നായി അറിയാവുന്ന പണ്ഡിതന്മാരായ നീലത്തിമിംഗലങ്ങൾക്ക് ഒരു സൺഡേ സ്കൂൾ സ്റ്റോറി ആയിട്ട് തോന്നിയാൽ, പൊതുവെ ഞാൻ തുടക്കത്തിൽ നിങ്ങളോട് മാപ്പ് പറഞ്ഞിട്ട് സുവിശേഷം പറയാൻ വേണ്ടി നിൽക്കുകയാ. സന്തോഷമുണ്ടെങ്കിൽ ഒരിക്കൽ കൂടെ ആമേൻ പറഞ്ഞാട്ടെ. മറിയയുടെ ഉദരം കടമെടുത്താണ് യേശുവിന്റെ ഉലകത്തിലെ ജനനം. നമ്മൾ വിചാരിക്കുന്ന പോലെ സെമി വെട്ടിഫൈഡ് കടപ്പാക്കലിൽ ഗ്രാനൈറ്റ് അടിച്ചുരുട്ടി തിണ്ണേന്ന് തന്നെ അടുക്കളയിൽ പോയി വീഴുന്ന മാർബിൾ തറയിലല്ല യേശു ജനിച്ചു വീണത്. വില കൂടിയ ലൈറ്റിന്റെ വെട്ടത്തിലും വില കൂടിയ വസ്ത്രത്തിനകത്തും പൊതിഞ്ഞല്ല. സൈമൺ സാറിന്റെ വരികൾ ഓർക്കുന്നുണ്ടല്ലോ, കീറ്റുശീലയിൽ കിടന്നൊരു യേശുദേവ, അരക്കാശിന് മുതലില്ലാതെ, അരസെന്റ് ഭൂമിയില്ലാതെ, തലചായ്ക്കാൻ മണ്ണിൽ ഇടമില്ലാതെയാണ് യേശു ഈ ലോകത്തിലേക്ക് ജനിച്ചു വീണത്. ആമേ. കുറച്ചു ദിവസം മുമ്പ് ആരോ പ്രസംഗിക്കുന്നത് കേട്ടു, പൗലോസ് സുവിശേഷ വേലയ്ക്ക് ഇറങ്ങിയപ്പോൾ കപ്പലുടമയായിരുന്നു, കുറച്ചു നാൾ പ്രസംഗിച്ചു കഴിഞ്ഞപ്പോൾ പുള്ളി കൂടാരപ്പണിക്കാരനായെന്ന് പറഞ്ഞു. എന്നിട്ട് അതേ തന്നെ പറയുക, ഇപ്പൊ നമ്മൾ ഇറങ്ങുമ്പോ കൂടാരപ്പണിക്കാരനും കുറച്ചു നാൾ കഴിയുമ്പോൾ കപ്പലുടമ. ഇതിനകത്ത് നടക്കുന്ന കളി എന്നാന്ന് പിടികിട്ടുന്നില്ലെന്ന്. യേശു വന്നത് ഒരു ആർഭാടത്തിലുമല്ല, ദാരിദ്ര്യത്തിന്റെ പുകത്തൂണുകൾക്കിടയിലൂടെയാണ് യേശു വന്നത്. അരക്കാശിന് മുതലില്ലാതെ, ടാക്സ് കൊടുക്കാൻ കയ്യിൽ കാശില്ലാതെ പത്രോസിനോട് ചൂണ്ടയിടാൻ പറഞ്ഞ് കടലിലേക്ക് നോക്കി നിൽക്കുന്ന യേശുവിന്റെ മുഖം നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ. ദാരിദ്ര്യത്തിന്റെ കൊടുമുടിയിൽ നമ്മൾ പാടിയത് ഓർക്കുന്നുണ്ടോ? ഒരക്കാശിന് മുതലില്ലാതെ തലചായ്പാനും സ്ഥലമില്ലാതെ 33 കൊല്ലം പാർത്തലത്തിൽ പാർത്തല്ലോ നീ. ഓ ജന്മസ്ഥലം വഴിയമ്പലം ശയ്യാഗേഹം പുൽക്കൂടാക്കി വഴിയാധാ സഞ്ചരിച്ചു. എത്ര പേർക്ക് അറിയാൻ പാടില്ല? ഓ കർത്താവേ, എല്ലായ്പ്പോഴും സന്തോഷമേ, സ്വർഗത്തിലും ഭൂമിയിലും ഇതുപോലെല്ലോ രൂപം വേറെ. അരക്കാശ്
മനുഷ്യന് മുതലില്ലാതെ അരസന്റെ ഭൂമിയില്ലാതെയാണ് യേശു കർത്താവ് ഈ ഉലകത്തിൽ ജനിച്ചു വീണത്. ശ്രദ്ധിക്കുക, വയസ്സ് യേശുവിന് 12. ഒരു ഗ്രാമം ഇടിഞ്ഞിളകി യെരൂശലേം ദേവാലയത്തിൽ ആരാധനയ്ക്ക് പോയപ്പോ വളർത്തച്ഛനാകുന്ന യോസഫിന്റെയോ അമ്മയാകുന്ന മറിയയുടെയോ വിരലിൽ തൂങ്ങി ആലയത്തിലേക്ക് പോയ യേശുവിന്റെ ബാല്യം. ഇതിനകത്തിരിക്കുന്ന ഒരാൾ പറയുന്നുണ്ട്, പാസ്റ്ററെ ഇതൊക്കെ ഞങ്ങൾക്കറിയാം, നിങ്ങൾക്ക് വേണ്ടി അല്ല സുവിശേഷ യോഗം. ഇയാൾക്ക് കേൾക്കാൻ മേലെങ്കിൽ ഒരു പഞ്ഞി എടുത്ത് ചെവിക്കകത്തോട്ട് വെച്ചു. ഞാനിത് വേറെ ആളുകളോടാ പറയുന്നത്. എന്നെ പോലെ കുറെ ഭ്രാന്തന്മാർ ഇപ്പോഴും ഉണ്ട്. ഇപ്പോഴും മാനസാന്തരം പ്രസംഗിച്ച് നടക്കുന്ന പൊട്ടന്മാര്. അടുത്ത യോഗം ഞങ്ങളുടെ വിഷയമേ അല്ല. ഇന്ന് രാത്രി കൊണ്ട് ഒരുത്തനെ കിട്ടിയതായി കുറെ അല്ലേലിയ പറഞ്ഞു യേശു ആരാന്ന് പോലും മനസ്സിലാകാത്തവനെ കൊണ്ട് ഇനി എന്തിനാ അല്ലേലിയ പറയിപ്പിക്കുന്നത്? എന്റെ വിഷയം യേശു മാത്രമാണ്. സന്തോഷം ഉണ്ടെങ്കിൽ ഒരു ആമേ പറഞ്ഞാൽ മതി കർത്താവിന്. അതാ എന്റെ കളി. സ്തോത്രം. ശ്രദ്ധിച്ചു കേട്ടോളൂ. ഒരു ഗ്രാമം ഇടിഞ്ഞിളകി യെരൂശലേം ദേവാലയത്തിൽ ആരാധനയ്ക്ക് പോകുന്നു. നല്ല സൗണ്ട് സിസ്റ്റമാണ്, നല്ല വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഒരു പ്രത്യേക അഭിനന്ദനമുണ്ട്. യോഗം കഴിഞ്ഞ് കൈയും കൂടെ തരാം. ഒന്ന് ചിരിക്കടോ എന്ന് നോക്കി തന്റെ നോട്ടം കണ്ടിട്ട് എന്റെ ഉള്ള പ്രസംഗം കൂടി ഇല്ലാതായി. 4 മലകളുടെ മുകളിൽ ആകാശത്തെ ഉമ്മ വെച്ചു നിൽക്കുന്ന അബ്രഹാമിന്റെ സന്തതികൾ മഹാദൈവത്തെ അറിഞ്ഞാരാധിക്കുന്ന യെരൂശലേം ദേവാലയം. നിങ്ങളൊന്ന് ഓർത്തു നോക്കിക്കേ. 16,700 പുരോഹിതന്മാര് ക്യൂവിൽ ശുശ്രൂഷയ്ക്ക് അവസരം കാത്തു നിൽക്കുമ്പോൾ ഉള്ളങ്കിയും നീളങ്കിയും മാതളപ്പഴവും മണിയും അരക്കെട്ടും നടുക്കെട്ടും നീലനൂലും ധൂമ്രനൂലും പിരിച്ച പഞ്ഞനൂലും വെള്ളനൂലുമായിട്ട് കയ്യിൽ കിണ്ണത്തിൽ രക്തവും പിടിച്ച് ആലയത്തിന്റെ അകത്ത് ശുശ്രൂഷിക്കുന്ന മഹാപുരോഹിതനും നിന്ന് കത്തുന്ന നിലവിളക്കും 6 വെച്ചിടങ്ങഴിമാവിന്റെ 12 അപ്പം അടുക്കിയ കാഴ്ചയപ്പത്തിന്റെ മേശയും ലക്ഷക്കണക്കിന് മൃഗങ്ങളുടെ കഴുത്തു മുറിച്ച് തോലുരിച്ച് മാംസം വെള്ളത്തിൽ കുലുക്കി കഴുകി ആരാധനയുടെ അഗ്നിക്കിരയാക്കുന്ന യാഗപീഠം. അങ്ങനെ ആരാധന. ഇനി പാട്ടുകാരോട് പറയാം, മെയിനാളോടെ എത്തില്ല. യെരൂശലേം ദേവാലയത്തിലെ ആരാധനക്കാര് ഇന്നിപ്പം നമുക്ക് ഈ ഒരു തക്കാളിപ്പെട്ടി ഉണ്ടെങ്കിൽ യോഗം നടത്താം. ഇതിനകത്ത് എല്ലാ സാധനവും ഉണ്ട്. അറിയാവുന്നവൻ വായിച്ചാൽ മാറി വായിച്ചോളൂ. പക്ഷേ യെരൂശലേം ദേവാലയത്തിലെ ആരാധനക്കാര് 4,600 പേരാ. ഒരു ആമേ പറഞ്ഞു പാസ്വേഡല്ല പുറയിരിക്കുന്ന ലവന്മാരോട്. 4,600 പേര് കിന്നരം വാദിത്രം മുരജം വീണ തമ്പുരു ഇതെല്ലാം കൂടെ പിടിച്ചുകൊണ്ട് ചിലർക്ക് അങ്ങ് സംഗീത ഉപകരണങ്ങളുടെ ശബ്ദം കേൾക്കുമ്പോൾ അങ്ങ് അലർജിയാ. അലർജി നിനക്ക് മാത്രമാണ്, യേശുവിന് അലർജി ഇല്ല. കർത്താവ് സൃഷ്ടിച്ച ദൂതന്റെ ചിറകിൽ തടങ്ങളുടെയും കൂടുകളുടെയും പണിയുണ്ടായിരുന്നു. മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ്. കർത്താവിന് മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സിന് ഇഷ്ടമാണ്. പക്ഷെ വൃത്തിയായിട്ട് വായിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ചേർന്നൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. അവര് പാടിയ പാട്ട് കേൾക്കണോ? യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവിൻ, അവൻ നല്ലവനല്ലോ, അവന്റെ ദയനേക്കുമുള്ളത്. അന്ന് പാടിയപ്പോൾ ഡൈനാടെക് ഇല്ല. ഇരിക്കുന്നെല്ലാം ഡൈനാടെക് ആയിരിക്കുന്ന ബോക്സ് എന്താണ്? പോപ്സ്, അഹൂജ. ഈ സൈസ് ഒരു ഹൂജയും യെരൂശലേം ദേവാലയത്തിൽ ഇല്ലായിരുന്നു. യെരൂശലേം ദേവാലയത്തിൽ അവര് പാടിയത് വായ്ത്താരിയാണ്. അവർക്ക് ഇതുപോലെ ഒരു ഉപകരണവും ഇല്ല. പക്ഷേ ഹൂദായ ചരിത്ര പുസ്തകം പറഞ്ഞു കേൾക്കണോ? യെരൂശലേം ദേവാലയത്തിൽ നിന്ന് 4,600 പേര് പാടിയ ബേത്ഫഗയിൽ പാട്ട് കേൾക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ അഭിഷേകമുള്ളവൻ പാടിയപ്പോ 10 കിലോമീറ്റർ അപ്പുറം കേട്ടത്. കരമുയർത്തിയ രാമൻ പറഞ്ഞാട്ടെ. എന്റെ പൊന്നുപ്രിയരെ, ഞാൻ നിങ്ങളോട് സത്യമായും പറയാ, കർത്താവിന്റെ 2ാം വരവ് വരെ ഏത് കുറുവടി കടിച്ചാലും അഭിഷേകമുള്ള പെന്തിക്കോസ്തുകാരന്റെ ഒച്ച താഴാൻ പോകുന്നില്ല. കാരണം ദൈവം ചെയ്ത ഉപകാരങ്ങളെ കുറിച്ചോർത്ത് അവൻ നന്ദിയോടെ അക്കാരമം അടിച്ച അവൻ ദൈവത്തെ ആരാധിച്ചുകൊണ്ടേയിരിക്കും. 12ാമത്തെ വയസ്സിൽ യെരൂശലേം ദേവാലയത്തിൽ ചെന്ന 12 വയസ്സുകാരനായ യേശു ന്യായപ്രമാണത്തിന്റെ 39 പുസ്തകങ്ങൾ അരച്ചു കലക്കി ചണ്ടി കളഞ്ഞ് ചാറകത്ത് കയറ്റിയ, പാർശ്വത്തിൽ ഗോത്രങ്ങളുടെ പേരും ഒരു പാർശ്വത്തിൽ 10 കൽപ്പനയും എഴുതി തൂക്കിയ പൗരോഹിത്യ വൃന്ദങ്ങളോട് യേശു ന്യായപ്രമാണം പറഞ്ഞു. 12
51-ാമത്തെ വയസ്സിൽ അവന്റെ അകത്ത് ന്യായപ്രമാണം ഉണ്ടായിരുന്നെന്ന്. അടുത്ത 18 വർഷങ്ങൾ യേശുവിന്റെ, ഒന്ന് പ്രാർത്ഥിച്ചോണ്ടിരിക്കണേ, ഞാൻ ക്രൂശിലോട്ടായി പാഞ്ഞു വരുന്നത്. എന്നാൽ ആരാണ്ട് പറയും കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴും ക്രൂശായിരുന്നു. അല്ല, ഇനിയും വന്നാലും ക്രൂശാ. ഞാൻ വേറെ എന്നാ പറയുന്നത്? ഹല്ലേലൂയ. എനിക്ക് വേറെ ഒന്നും പറയാനില്ല. 24 വർഷം ഞാൻ പ്രസംഗിച്ചിട്ട് ഞാൻ മടുക്കാത്ത ഒരേ ഒരു വിഷയം യേശുവിന്റെ ക്രൂശ. നാളെ പ്രസംഗിക്കണമെന്നാ എന്റെ ആഗ്രഹം, കർത്താവിന്റെ വരവ്. ഹല്ലേലൂയ. ഇപ്പൊ ഉപദേശിമാരെ തമ്മിൽ വിളിക്കുമ്പോൾ എന്നാ കൊണ്ട് വിശേഷം, സുഖമാണോ എന്നിട്ട് ചോദിക്കുന്നത് പെന്തിക്കോസിൽ തന്നെ ഉണ്ടല്ലോ അല്ലേ എന്ന്. ഈ കൊഴിഞ്ഞുപോക്കിന്റെ സമയമായത്. ഹല്ലേലൂയ. എന്റെ പൊന്നു പ്രിയരെ, നിങ്ങൾ അതൊന്നും കണ്ട് പേടിക്കണ്ട. കാര്യം കോടിക്കണക്കിന് ദൈവമക്കളുടെ ഇടയിൽ നിന്ന് 2-3 പേര് പെന്തിക്കോസ് അഴിക്കാന്ന് പറഞ്ഞ് വേറെ എങ്ങോട്ടെങ്കിലും ചേക്കേറിയ കൃപയുള്ള ദൈവമക്കൾ പേടിക്കണ്ട. 1-ാം നൂറ്റാണ്ട് മുതൽ ഒറ്റുകാരെ സഭയ്ക്ക് പേടിയില്ല. എത്ര പേര് ആമേൻ പറയുന്നുണ്ട്? ഞാൻ ചുമ്മാ പറയുന്നതല്ല. യേശു കർത്താവ് 12 അച്ചാച്ചന്മാരെ തിരഞ്ഞെടുത്തു. പത്രോസ്, അന്ത്രയോസ്, യാക്കോബ്, യോഹന്നാൻ, ഫിലിപ്പോസ്, ബർത്തലോമേയ, തദ്ദായി, ശിമോൻ, യൂദ. അതിനകത്ത് ഒരു അച്ചായൻ യേശുവിന്റെ യോഗത്തിൽ ഇരിക്കുന്നതിന്റെ ഇടയ്ക്ക് മഹാപുരോഹിതന്റെ കൈ കൊടുത്ത ചവന്നുകൊണ്ടിരുന്നത്. മനസ്സിലായോ? അപ്പൊ 12ന്റെ അകത്തുനിന്ന് യേശു പ്രസംഗിച്ച യോഗത്തിനിടയ്ക്കുന്ന് ഒരുത്തൻ അവിടെ പോയി കൈ കൊടുത്തെങ്കിൽ എത്ര പേര് കൈ കൊടുത്താലും ദൈവസഭയ്ക്ക് പേടിയില്ല. കാരണം അടിസ്ഥാനം ഓടിപ്പോകുന്നവരിലല്ല, അടിസ്ഥാനം ഇളകാത്ത യേശുവിലാണ്. വിട്ടേര്, ദൂതന്റെ ഗൗരവത്തിൽ വരാം. യേശു കർത്താവിന്റെ 18 വർഷങ്ങൾ ആരും കണ്ടില്ല. വളരെ അത്യാവശ്യമുള്ള ഒരു ടോപ്പിക്കിലേക്ക് ഈ പെട്ടെന്ന് പ്രസംഗിക്കാൻ എളുപ്പമുള്ള വിഷയങ്ങളുണ്ട്. ചില സാധനങ്ങളൊക്കെ ഗതികെട്ടത്, അതിന് ബോർവെല്ല അടി ചെന്നാലേ ദൂത് കയറി വരത്തുള്ളൂ. ഞാനിന്ന് ആ വാക്യം വായിച്ചപ്പോൾ തന്നെ എനിക്കൊരു വെപ്രാളമുണ്ട്. നിങ്ങളുടെ നോട്ടോ ഇരിപ്പൊക്കെ കണ്ടിട്ട് ഇത് എങ്ങനെ ഇത് പറഞ്ഞൊപ്പിക്കും എന്നുള്ള എന്റെ വെപ്രാളത്തില്. ഏതായാലും ഒരു കാര്യം ഞാൻ പറയാം, മെഡിക്കൽ കോളേജ് ചെന്നാൽ ഒന്നുകിൽ ജീവൻ അല്ലേ മരണം. മെഡിക്കൽ കോളേജിൽ പിന്നെ ഒരു മെഡിക്കൽ കോളേജിലോട്ട് വിടുകയില്ല. അതുകൊണ്ട് രണ്ടിലൊന്ന് നടക്കം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നോടെ. സ്തോത്രം. ഹല്ലേലൂയ. 18 വർഷങ്ങൾ യേശുവിനെ ആരും കണ്ടില്ല. യേശു എവിടെ? തച്ചന്റെ കൊച്ചനല്ലയോ എന്ന് പറഞ്ഞൊരു വാക്യം ഉള്ളത് കൊണ്ട് തടിപ്പണിക്കാരനായ യോസഫിന്റെ തടിപ്പണിപ്പുരയിൽ വളഞ്ഞതിനോ തിരിഞ്ഞതിനോ യേശു ചിന്തേരി പിടിച്ചെന്ന് ചിന്തിക്കുന്നു, വിടുന്നു. യേശു നടന്നത് 120 മൈൽ. 1 മൈൽ 1.6, അറൗണ്ട് 200 കിലോമീറ്റർ നടന്നാണ് യേശു സ്നാനപ്പെടാൻ വേണ്ടി പോകുന്നത്. എങ്ങോട്ടാ പോകുന്നത്? 4600 അടി പൊക്കമുള്ള ലെബനൻ പർവ്വതത്തിന്റെ ഉച്ചമെടുത്ത് പാഞ്ഞൊഴുകി വരുന്ന യോർദാന്റെ വെള്ളത്തിലേക്ക് യേശു സ്നാനപ്പെടാൻ ചെല്ലുമ്പോൾ കഠിനവാക്കും കട്ടിപ്പിരികവുമുള്ള ഒരു അസാധാരണ മനുഷ്യൻ നിന്നുകൊണ്ട് ശക്തിയോടെ പ്രസംഗിക്കുക. മരിക്കമില്ലാത്ത പ്രസംഗം. അദ്ദേഹത്തിന്റെ പ്രസംഗത്തിന്റെ ഉദ്ബോധനം കേട്ടോ, സർപ്പസന്തതിയെ. എന്തൊരു വിളിയായത്! നമ്മൾ വിലപ്പെട്ട ദൈവമക്കളെ വിളിച്ചാൽ പോലും ഒരുത്തിന് യോഗത്തിന് വരികയില്ല. വിലപ്പെട്ട, കഴിഞ്ഞ ദിവസം ഒരാൾ പരിചയപ്പെടുന്നുണ്ട്, എളിയ കർത്താവിന്റെ വിലയേറിയ ദാസൻ വന്നിട്ടുണ്ട്. അവിടെ കർത്താവ് എളിയതും ദാസം വിലയേറിയവര്. എന്നാ ഭ്രാന്താന്നറിയത്തില്ല. എന്തെങ്കിലും എന്തൊരു വിളിയ! വരുവാനുള്ള കോപത്തിൽ നിങ്ങൾ ഒഴിഞ്ഞു പോകുക. ഇനി പറഞ്ഞു കേൾക്കണോ? എന്റെ പിന്നാലെ ഒരുവൻ വരുന്നുണ്ട്, അവന്റെ ചെരുപ്പിന്റെ വാറ് കുനിഞ്ഞരിപ്പാൻ ഞാൻ അയോഗ്യനാണ്. ഇതാ ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട് എന്ന് പറഞ്ഞ് യോർദാന്റെ തീരത്തെ നടുക്കുന്ന ഒരു അസാധാരണനായ ദൈവമനുഷ്യൻ, ഭരണകൂടത്തെ പേടിയില്ലാത്തവൻ, പ്രാണന് വില കൽപ്പിക്കാത്തവൻ, ആയുസിനേക്കാൾ ആരാധനയ്ക്ക് വില കൊടുക്കുന്ന ഒരു അതിനായനായ ദൈവമനുഷ്യൻ. 2020 ദൈവത്തിന് വേണ്ടത് മാളത്തിൽ ഒളിക്കുന്ന പേടിത്തൊണ്ടന്മാരെ അല്ല, പ്രാണനേക്കാൾ ക്രൂശിന്റെ അടിവാരത്തിൽ കെട്ടിഞ്ഞാന്ന് കിടക്കുന്ന ചിലതിനെ ഇന്ന് രാത്രി ദൈവം അന്വേഷിക്കുകയാ. ആ കരമുയർത്തി ഒരു ആമേൻ പറഞ്ഞാട്ടെ. പ്രാർത്ഥിച്ചുകൊണ്ടുവാ എന്നോട് കൂടെ. യേശു കർത്താവ് ഇറങ്ങിച്ചെല്ലുന്നു. യേശു കർത്താവ് പാപിയായതുകൊണ്ട് സ്നാനപ്പെട്ടതല്ല. യേശു കർത്താവ് തെറ്റുകാരനായതുകൊണ്ട് സ്നാനപ്പെട്ടതല്ല. അല്ലയോ സഹൃദയനെ, ഈ ചെങ്കിലാത്ത് ദേശമേ, പത്തനാപുരമേ, യേശു തെറ്റുകാരനായതുകൊണ്ട് മുങ്ങിയതല്ലടോ, മാതൃക കാണിക്കാൻ വേണ്ടി മുങ്ങിയത്. ഒരാച്ചായൻ വലിയ വീട് പണിത് എന്റെ കയറിത്താമസത്തിന് എന്നെ പ്രസംഗിക്കാൻ വിളിച്ചു. എനിക്ക് ഞങ്ങളുടെ ചർച്ചിലുള്ള ഒരു സഹോദരനെ കൂടെ കൂട്ടിക്കൊണ്ട് പോയത്.
ഞങ്ങളെ വീട്ടിൽ ചെന്ന് കയറിയപ്പോഴേ ഭയങ്കര വീടിനകത്തൂടെ ഇങ്ങനെ തോടും വെള്ളമൊക്കെ ഒഴുകി വരുന്നുണ്ട്. ബാത്റൂമൊക്കെ ബെഡ്റൂമിന്റെ അത്രയുണ്ട്. ബാത്റൂമിൽ കയറിയപ്പോൾ അബ്രഹാമിന്റെ സന്തതിയെ പോലെ അവിടെ എല്ലാം ബട്ടൺ ഇരിക്കുക സൈഡിലെല്ലാം. ആ ബാത്റൂമിനകത്തൊന്ന് കയറി വെച്ച് പുറത്തോട്ട് ഇറങ്ങിയപ്പോൾ എൻ്റെ കൂടെ വന്നാൻ പറഞ്ഞു എനിക്ക് കൂടെ ഒന്ന് കയറണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു സൂക്ഷിച്ചാ ദുഃഖിക്കണ്ട. അവൻ പറഞ്ഞു എന്നെ കളിയാക്കരുത്, ഇതൊക്കെ എനിക്കറിയാമെന്ന് പറഞ്ഞ് ഞാൻ ചോദിച്ചു എന്താ നിന്റെ ആവശ്യം? എനിക്കൊന്ന് യൂറിൻ പാസ് ചെയ്താൽ മതി. അവൻ അകത്തോട്ട് കയറിയിട്ട് 20 മിനിറ്റ് കൊണ്ട് യൂറിൻ പാസ് ചെയ്ത് ഇറങ്ങുന്നില്ല. ഇവനെ ഒട്ടകമാണ്. ഞാൻ ആ വാതിക്കെ പോയി പയ്യെ മുട്ടി വെച്ച് കഴിഞ്ഞോ നേരെ പുള്ളി എന്നോട് പറയാ ഒരു ടർക്കി എനിക്ക് അത്യാവശ്യമായിട്ട് വേണമെന്ന്. കാരണം എന്നറിയോ, എങ്ങാണ്ട് പിടിച്ച് ഞെക്കി മഴ പോലെ വെള്ളം പെയ്തു. അതിന് കോട്ടയം ഭാഷ പറഞ്ഞ വയ്യാത്ത പട്ടി കയ്യാതെ കയറാൻ പോകരുതെന്ന്. അതിന്റെ അർത്ഥം പോട്ടെ. ഞാൻ ഈ ദൂതിന്റെ ഗൗരവത്തിലേക്ക് പാഞ്ഞ് ഓടിക്കേറുകയാ. ആമേൻ. യേശു കർത്താവ് പാപി ആയതുകൊണ്ട് സ്നാനം പണ്ടതല്ല. എന്റെ പൊന്നോ, ഞാൻ ഈ വേദപുസ്തകം നെഞ്ചോട് ചേർത്ത് പിടിച്ച് പറയാം, യേശു സ്നാനപ്പെട്ട് കാണിച്ചിട്ടും തട്ടിപ്പോകുന്ന എത്രയുണ്ട്. കാളവണ്ടി ഓടിച്ച് ശീലിച്ചവൻ കാർ ഓടിച്ചാൽ പ്രശ്നം. കാർ ഓടിച്ച് ശീലിച്ചവൻ കാളവണ്ടി ഓടിച്ച പ്രശ്നം. നിങ്ങൾ ഓർത്തു വെക്കേ, ഞാൻ കാർ ഓടിച്ചു വരുന്നു, പ്രശ്നം കാണുമ്പോൾ ഞാൻ ഒരൊറ്റ ചവിട്ടാ ബ്രേക്ക് ഇട്ട്. സത്യമാണോ? എന്റെ ജോസഫ് പാസ് ഒരു ആമേൻ പറ. ഒരൊറ്റ ചവിട്ട. കാളവണ്ടി ഓടിക്കുന്ന കൂട്ടത്തിൽ ഈ കാർ ഓടിച്ച ഓർമ്മയെ ചവിട്ടി ആ കാളയുടെ മൂട്ടിയിട്ടാ ചവിട്ട് കിട്ടുന്നത്. പിന്നെ ആ കാളെ ആയുസ് നിൽക്കുകയെന്ന് ഓർത്തോണം. മാതൃക എന്തിനാണെന്നറിയാമോ? തെറ്റിക്കാതിരിക്കാൻ. തെറ്റിക്കാതിരിക്കാൻ. യേശുവേ, അങ്ങെന്തിനാ ഉടുപ്പ് നനച്ചത്? അങ്ങെന്തിനാ 7 മഹാസമുദ്രത്തിന് ഓണമല്ലേ അങ്ങ്? എന്തിനാ വെള്ളത്തിൽ ഇറങ്ങിയത്? കർത്താവ് പറഞ്ഞു, ഞാൻ ഇറങ്ങിയാലും തെറ്റിക്കുന്നവരുണ്ട്, ഞാൻ എന്നാലും ഒന്ന് ഇറങ്ങിയേക്കുക, കുറെ പേരെങ്കിലും കയറി വരട്ടെ നിത്യതയിലേക്ക്. പത്തനാപുരമേ, ഏതെങ്കിലും ഒരു സ്നാനമേറ്റാൽ സ്വർഗത്തിൽ ചെല്ലില്ല. മരിച്ചവർക്ക് വേണ്ടിയുള്ള സ്നാനമുണ്ട്, മാനസാന്തര സ്നാനമുണ്ട്. യേശുവിന്റെ സ്നാനം ഇതൊന്നും അല്ല. അത് താനല്ലയോ ഇതെന്ന് വർണ്ണ്യത്തിൽ ആശങ്ക മാത്രമാ. അതല്ല ഇത്. യേശു അടുത്ത് ചെന്ന്, ഓ വേദോസായിട്ട് ബന്ധമുള്ളവരൊക്കെ ഒരു ആമേൻ പറഞ്ഞത്. ഞാൻ നാളെ രാവിലെ നിങ്ങൾ എല്ലാവരും കൂടെ എനിക്ക് സ്വത്രാഴ്ച തരണമെന്നല്ല ഞാൻ ഈ പറയുന്നത്, ഞാൻ ഉപദേശമായി വിളിച്ചു പറയുന്നത്. യേശു അടുത്ത് ചെന്ന്, സ്വർഗത്തിനും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു, ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. ഞാനൊരു ക്രിസ്തീയ കുടുംബത്തിൽ പോയ ഇടയ്ക്ക് സുവിശേഷം പറയുമായിരുന്നു. അവിടെ ഒരു അമ്മച്ചിയുണ്ട്. എനിക്ക് ആ അമ്മച്ചീനെ പെരുത്ത ഇഷ്ടമാണ്. നല്ലൊരു അമ്മച്ചിയാ. എപ്പോഴും വെള്ളയെ കൂടുതൽ മിടുക്കിയായിട്ടിരിക്കും. കണ്ടാലും നല്ല രസമാണ്. മിടുക്കിയ അമ്മച്ചിയാ. എൻ്റെ ഓർമ്മയിൽ ഒരു 75 വയസ്സുണ്ട്. ഞാൻ 2 മണിക്കൂർ ഇരുന്ന് സുവിശേഷം പറയും. എനിക്കാണ് സുവിശേഷം പറയുമ്പോൾ കഴുത്തിൽ ചുറ്റും നാക്ക് കിടക്കും. 30 ദേവങ്ങളെ, 60,600 അസുരഗണങ്ങള്, 1001 ബലിഗുണ ദേവതകളെ, 101 മന്ത്രമൂർത്തികളെ എല്ലാം വിട്ടേച്ച് യേശു ആ ദൈവം എന്ന് പറഞ്ഞ് ചാടി ഇറങ്ങിയതാ. അതുകൊണ്ട് ആവേശം ഇമ്മണി കൂടും. നിങ്ങൾ കണ്ടില്ലേ പഴയ കാലത്തെ മാരുതി ഇങ്ങനെ റോട്ടിൽ കൂടെ ഓടിച്ചുകൊണ്ട് പോകുമ്പോൾ രംഗബോധമില്ലാത്തൊരു കോമാളിയെ പോലെ മഴ പെയ്യും. അന്നേരം പെട്ടെന്ന് വൈപ്പർ ഓൺ ചെയ്യും. വർഷങ്ങളായിട്ട് ഓടാതിരുന്ന വൈപ്പർ കണ്ടിട്ടില്ല, ഇത് ഇങ്ങനെ വെപ്രാളപ്പെട്ട് കാണിക്കുന്നത്. അങ്ങനെയാ ചിലതൊക്കെ ആരാധിക്കുന്നത്. ഹല്ലേലൂയ. വെള്ളമൊട്ട് ജില്ലയെന്ന് പോവോ ഇല്ല. ഞാൻ ഈ അമ്മയോട് പോയിരുന്ന സൂചിച്ചേടത്തോട് 2 മണിക്കൂർ ഞാൻ സ്നാനത്തെ കുറിച്ച് പറഞ്ഞു കഴിയുമ്പോൾ അമ്മച്ചി എന്നോട് പറയുന്ന, ഞാൻ സ്നാനപ്പെടുന്നില്ല. ഞാൻ പറഞ്ഞു ഈ തള്ള ഇത് നേരത്തെ പറഞ്ഞിരുന്നത്, ഞാൻ നേരത്തെ വീട്ടിൽ പോയി. അവസാനം കുറെ നാൾ കഴിയുമ്പോൾ ഇനി എന്നാ പരിശുദ്ധാത്മാവുണ്ടെങ്കിൽ നമുക്കൊരു മടുപ്പ് വരും. ഇല്ല എന്നെ മടുപ്പ് വരും, എനിക്ക് മടുപ്പ് വരും. സ്തോത്രം. ഞാൻ പിന്നെ ആ വീട്ടിലോട്ട് പോകാതെയായി. കുറെ നാള് കഴിഞ്ഞപ്പോ ആ അമ്മച്ചിയുടെ മൂത്ത മോൻ അമേരിക്കയിൽ നിന്ന് വന്നിട്ട് എന്നെ ഫോൺ ചെയ്തിട്ട് പറഞ്ഞു, പാസ്റ്റിനെ നിർബന്ധമായി അമ്മച്ചിക്ക് കാണണമെന്ന് പറഞ്ഞു.
ഞാൻ പാഞ്ഞ് അവിടെ ചെല്ലുമ്പോ അമ്മച്ചി കട്ടിലായി, CC മുഴുവൻ അടഞ്ഞു തീർന്ന് ഹൈപ്പോത്തിക്കേഷൻ ക്ലോസ് ചെയ്ത് ഇങ്ങനെ കട്ടിലെ കിടക്കുക, നല്ല വെട്ടി മണിമുണ്ടൊക്കെ. എന്നിട്ട് ആ കട്ടിലെ കിടന്നുകൊണ്ട് എന്നോട് പറയാ, നിങ്ങൾ നോർത്തോടെ എന്റെ നെഞ്ചുവേദന എന്നാ ഉള്ളത്, എനിക്ക് സ്നാനപ്പെടണം. ഞാൻ പറഞ്ഞു, അമ്മച്ചി സത്യമായിട്ട് കുരുത്തക്കേട് പറയരുത്. അമ്മച്ചിയുടെ വാല പിടിച്ച് ഞാൻ പുറകെ നടന്ന നാളുകൾ മര്യാദയ്ക്ക് മുങ്ങുന്നു. എന്നിട്ട് ഇപ്പൊ ഈ പരുവത്തിൽ എങ്ങനെ? ഞാൻ അമ്മച്ചിയോട് മോനോട് പറഞ്ഞു, വെറുതെ കൊലപാതക കുറ്റത്തിൽ എന്നെ അകത്ത് കളയരുത്. ഈ അമ്മച്ചിനെ മുക്കിയാൽ മൊബൈൽ മോർച്ചിന് കരയ്ക്ക് വെച്ചോണ്ടേ മുക്കാൻ പറ്റുള്ളൂ, മുക്കി അതിനകത്തോടെ കിടത്താനേ പറ്റുള്ളൂ. ഞാൻ പറഞ്ഞു നടക്കില്ല. എന്നാൽ ഈ അമ്മച്ചി മേലാതെ കിടക്കുന്ന അമ്മച്ചിയുടെ സ്വഭാവം നിങ്ങൾ കണ്ടോണ്. ആ അമ്മച്ചി കട്ടിലെ കിടന്നുകൊണ്ട് എന്നോട് പറഞ്ഞു, കണ്ണത് ഉണ്ട പോലെ മിഴിച്ചു പറയാ, ഞാനെങ്ങാനും നരകത്തിപ്പോയാ നിന്നെ കൊണ്ടാ ഞാൻ പോകുള്ളൂ. അവസാനം ആരോടും പറയരുത്, ആരും കേൾക്കുന്നില്ലല്ലോ. കണ്ടില്ലേ നിൽക്കുന്നവരൊക്കെ. ലോറിക്കകത്ത് വിറകിറക്കി വാർപ്പിനകത്ത് വെള്ളം വെച്ച് ചൂടാക്കി സ്നാനക്കുളത്തിൽ ഒഴിച്ചിട്ടാണ് 47 കിലോ ഉള്ള ഈ അമ്മേനെ മുക്കിയത്. പേന പോലിരിക്കുന്ന ഒരു അമ്മേനെ മുക്കുന്ന പാസിന്റെ സങ്കടം നിങ്ങൾ ഓർത്തോണം. സഭയുടെ അക്കൗണ്ടിൽ കിടന്ന 4700 രൂപ പോയെന്ന് മാത്രമല്ല, മുക്കിയാൽ ഈ അമ്മച്ചി ഒരു 5 വർഷം അടുപ്പിച്ച് സഭയെ വരുമെന്ന് ഉറപ്പില്ല. പാനം ചെയ്യുവാൻ കഷ്ടതയിൽ പാനപാത്രം അവൻ കൂടെ, സ്നാനമേൽപ്പാൻ കൃപ നൽകി പ്രീതിയായവൻ, മരിച്ചു താൻ കല്ലറയിൽ അടക്കപ്പെട്ടവൻ കൂടെ, മഹത്വമായി ജീവിച്ചിടാൻ. ഇതൊക്കെയാ പണ്ടത്തെ പാട്ട്. യോഗ ഇവിടുന്ന് പാടിയേച്ച് പോയാൽ മതി. എല്ലാരും വട്ടം കൂട്ടിരുന്ന് പാടിയേച്ച് പോയാൽ മതി. അങ്ങനെ ഉണ്ടവർക്ക്. ഹല്ലേലൂയ. ഏതെങ്കിലും ഒരു സ്നാനമേറ്റാൽ സ്വർഗത്തിൽ പോകില്ല. ജ്ഞാനമായവൾ തനിക്ക് വീട് പണിതു, വീടിന് തൂണ് 7, രക്ഷിക്കപ്പെടുക, സ്നാനപ്പെടുക. ഇത് ഓരോന്നിനും സ്വോത്രം പറയുമെന്ന് ഓർത്താ ഇനി പറയുന്നു. ആത്മനിറവ് പ്രാപിക്കുക, വേർപാട് പാലിക്കുക, അപ്പം മുറുക്കുക, കൂട്ടായ്മ ആചരിക്കുക, പ്രാർത്ഥിക്കുക, എന്നിട്ട് യേശുവിന്റെ മടങ്ങി വരവിന് വേണ്ടി നോക്കിയിരിക്കുക. ആരോടൊക്കെയോ ദൈവം അവർ ഉറപ്പ് തരാ, നീ എന്തിനാണ് സ്നാനപ്പെട്ടതെന്ന് എന്റെ ദൈവം തെളിയിക്കാൻ പോലെയാ. എത്ര പേരെ കരമടിച്ചാൻ പറയുന്നു. അപമാനം കേട്ട് നീ ഇറങ്ങിയത് എന്തിനാണെന്ന് എന്റെ ദൈവം വെളിപ്പെടുത്താൻ പോലെയാ. ഉപവാസാനന്തരം യേശുവിന് വിശന്നു. വിശക്കണമല്ലോ. കഴിഞ്ഞിടയ്ക്ക് ഒരാൾ എന്നോട് പറയുക, 21 ഇരിക്കാൻ എളുപ്പമാണ്. ഞാൻ ചോദിച്ചു, എങ്ങനെ? 3 ദിവസം കഴിഞ്ഞാൽ പിന്നെ വിശക്കുകയല്ല. ഞാൻ ചോദിച്ചു, നിങ്ങൾ എത്ര ഇരുന്നിട്ടുണ്ട്? ഞാൻ 2.5. 8ാം ക്ലാസ്സിൽ തോറ്റവനാ ഡിഗ്രിക്കാരൻ ട്യൂഷൻ എടുക്കാൻ വരുന്നത്. എന്റെ പൊന്നു പ്രിയരെ, ഇരിക്കുന്നത് ഉപവാസമാണെങ്കിൽ വിശക്കും. വിശക്കണമല്ലോ. ഞങ്ങളുടെ ഒരു സ്നേഹിതനുണ്ടായിരുന്ന ഒരു പാസ്, പുള്ളിക്ക് പൊറോട്ട എന്ന് പറഞ്ഞ സാധനം ഭയങ്കര ബന്ധനമാണ്. പുള്ളി ഉപവാസം ഇരിക്കുമ്പോൾ പുള്ളിയുടെ മകൻ അവിടെ നിന്ന് പൊറോട്ട തിന്നു. ഞാൻ നോക്കുമ്പോൾ പുള്ളി ഓടിച്ചൊന്ന് പൊറോട്ട എടുത്ത് ഒരു ഉമ്മ കൊടുത്തേച്ച് പറയുക, 10-20 ദിവസം കഴിയുമ്പം കാണാം. 50 രൂപയുടെ ചോറ് മാറ്റി വെച്ചേച്ച് 130 രൂപയുടെ മിൽക്ക് ഷേക്ക് അടിക്കുന്നതല്ല ഉപവാസവും ഓർത്തോണം. ഉപവാസമായിരിക്കണം. ആമയം പോയ പോക്ക് കണ്ടോ? ഇതിലെടുക്കുന്നത് ചെല്ലും മനസ്സിൽ, ഇയാളെന്തിനാ ഇതൊക്കെ പറയുന്നത്? അത് നിനക്ക് കുത്തുകൊണ്ടിട്ടാ നിനക്ക് അസ്വസ്ഥത വരുന്നത്. അല്ലാത്തവർക്ക് ഒരു കുഴപ്പമില്ലല്ലോ. ഇടത്തോട് പണി ഉള്ളവർക്കായി പ്രശ്നം വരുന്നത്. അല്ലാത്തവർ ഈസി ആയിട്ടിരുന്നത് ഗോറി പറയുന്നത് കണ്ടില്ലേ? ഹല്ലേലൂയ. ഉപവാസാനന്തരം യേശുവിന് വിശന്നു. സാത്താൻ എന്നെ ശ്രദ്ധിച്ച് കേട്ടോണേ. ആമേൻ. ഈ നയപ്രഖ്യാപനമാണ് സുവിശേഷ യോഗം. അതുകൊണ്ട് കൂടെ വരണം. സ്തോത്രം. നിങ്ങളുടെ വീട്ടിലെ കോഴി 2 മുട്ട ഇടുന്ന കാര്യമൊന്നും ഞാൻ പറയുകയില്ല. ദൈവത്തോട്ട് എന്റെ പേര് കേൾക്കുന്നിടത്ത് കോഴി മുട്ട ഇടുവോ മുട്ടയിടാതിരിക്കും എന്റെ വിഷയമേ അല്ല. നമ്മുടെ വിഷയം യേശുവാണ്. പ്രൈസ് ദി ലോർഡ്. ഞങ്ങളുടെ ചർച്ച വന്നിട്ട് ഒരു അമ്മച്ചി പറഞ്ഞു എന്നോട്, കോഴി 2 മുട്ട ഇടാൻ വേണ്ടി പ്രാർത്ഥിക്കണമെന്ന്. ഞാൻ ചോദിച്ചു, അതെന്നാ ദൂത? അത് കോഴി 1 മുട്ട തന്നെ എന്ത് കട്ടിച്ചായിടുന്നത്? എന്നാലും അമ്മച്ചി പറയാ, ഇന്നലെ വന്ന് പാസ് പറഞ്ഞല്ലോ നിന്റെ നന്മ ഞാൻ ഇരട്ടിയാക്കുമെന്ന്.
കോഴി വീട് വിട്ട് പോകും കേട്ടോ. സത്യമായിട്ട് നിന്റെ വീട്ടിൽ പെന്തിക്കോസുകാരന്റെ വീട്ടിൽ കോഴി പോലും വളരെയല്ല. കാര്യം അത് ഒരു മുട്ട തന്നെ ഇടുന്ന എന്ത് കഷ്ടപ്പെട്ടാന്ന് കോഴിക്കറിയാം. അതിന്റെ കഷ്ടപ്പാട് അതിനറിയാം. ആമേ, ചേർന്നൊരു നല്ല ഹല്ലേലൂയ പറഞ്ഞാണ്ട് കർത്താവേ. പിശാച് യേശുവിന്റെ അടുക്കൽ ചെന്നു. യേശുവിനോട് പറയാ, ശ്രദ്ധിച്ചോ, കല്ലിനോട് അപ്പമാകാൻ പറ. രണ്ട് വാക്ക് പോക്കറ്റിൽ പേന കുത്തുന്നത് പോലെ പിശാച് കുത്തി. ഒന്ന്, നീ ദൈവപുത്രനെങ്കിൽ, നീ ദൈവപുത്രനാണെന്ന് തെളിയണമെങ്കിൽ കല്ല് അപ്പമാക്കണമെന്ന് എന്ന് പറഞ്ഞ അത്ഭുതങ്ങളിലൂടെയാണ് പുത്രത്വം തെളിയേണ്ടതെന്ന് യേശു പറഞ്ഞു. പോടാ പിശാചേ, മുഴ മാറുമ്പോഴും ക്യാൻസർ മാറുമ്പോഴും അല്ല, പുത്രത്വം വെളിപ്പെടുന്നത് അത്ഭുതങ്ങളിലൂടെയല്ല. ഒരു തൻ വചനം കൊണ്ട് ജീവിക്കുമ്പോ കരമടിച്ചാമേ പറ. മണ്ടൻ പഠിപ്പീരുകൾ അവസാനിപ്പിക്ക്, മണ്ടത്തരങ്ങൾ നിർത്ത്. പഴുപ്പും ചനവും അടങ്ങിയ പർദീസ പോയ പുസ്തകമായ എന്റെ പുസ്തകം. പുഴുപ്പും പഴുപ്പും മാറുന്നതല്ലടോ പുത്രത്വത്തിന്റെ അടയാളം. അന്നമ്മ മാമനെ അറിയാലോ. വടക്കേണ്ടിൽ രോഗാതുരമായ ശരീരത്തിൽ ആമെ തന്റെ ഗ്രാൻഡ് മദർ എഴുതിയ എഴുത്ത് വിറയാർന്ന കൈകളിൽ പിടിച്ചുകൊണ്ട് വാവിട്ട് കരഞ്ഞു, അന്നമ്മേ തിരിച്ചു വാ. വാദ്യാരുമണി ഇവിടെ കിടക്കുന്നു, നല്ല വീട് ഇവിടെ കിടക്കുന്നു, എന്തിനാ ചൂടത്ത് പോയി കിടന്നു മരിക്കുന്നത്? ആ കർത്തൃദാസി എഴുതിയ മറുപടി, യാത്ര ചെയ്ത് ഞാൻ ക്രൂശെ നോക്കിയിരുന്നു. ഓ ഞെരുക്കത്തിനൊപ്പം ഞാൻ തിന്നാലും, കഷ്ടത്തിൻ കണ്ണുനീർ കുടിച്ചെന്നാലും, എന്റെ ദേഹി ദുഃഖത്താൽ ക്ഷയിച്ചെന്നാലും, കേൾക്കുന്നുണ്ടോ? എനിക്കെല്ലാം പ്രതികൂലമായെന്നാലും, അടുത്ത പോലെ ഒന്ന് പാടിക്കേ, എന്റെ ജീവൻ അന്ത്യശ്വാസം വരെ. അതിന്റെ അടുത്ത വരി ഞാൻ പെട്ടെന്ന് പറഞ്ഞു വിടാം. ലോകത്തിൻ ബാലത, കോമളത്വം, സ്ഥാനങ്ങൾ, മാനങ്ങൾ നശ്വരമാണ്. എനിക്കത് പാടാതെ എന്നെ നെഞ്ചിനകത്ത് ഹല്ലേലൂയ. ഓ ലോകത്തിൻ ബാലത, കോമളത്വം, വസ്തുവകകൾ പൊന്നാണ് എങ്ങൾ, എന്റെ സ്ഥാനങ്ങൾ മാനങ്ങൾ നശ്വരമാ, മേലിലുള്ള യെരൂശലേം നിത്യഗേഹം. പാട്ട് അങ്ങനെയല്ലെന്ന് എനിക്കറിയാം. തെളിയിച്ച് പാടി എന്നറിയോ? ഏറിക്കോട്ടെ നടത്തുക. പഴുപ്പ് മാറിയാൽ അയ്യോ ഞാൻ രോഗസൗഖ്യത്തിനെതിരല്ല. 34 വർഷത്തിന് മുമ്പ് ഞാനും എന്റെ വല്യപ്പനും അപ്പന്റെ അപ്പനും കൂടെ മുച്ചോട് കത്തിയ വിളക്കിന്റെ മുമ്പിൽ സന്ധ്യാനാമം ജപിച്ചുകൊണ്ടിരിക്കുമ്പോൾ വീടിന്റെ മുറ്റത്ത് രാത്രി 7:30 ചുരുണ്ടിരുന്ന പാമ്പിനെ ആഞ്ഞു ചവിട്ടിയ എന്റെ അപ്പന്റെ കാലിലേക്ക് ഒരു പാമ്പ് ചീറ്റി കൊത്തുന്നത് നിലവിളക്കിന്റെ അരണ്ട വെളിച്ചത്തിൽ ഞാൻ കണ്ടതാ, എന്റെ വല്യപ്പൻ കണ്ടതാ. വീടിന്റെ മുറ്റത്ത് മറിഞ്ഞു വീണ എന്റെ അപ്പന്റെ ചുറ്റും ചീറ്റിക്കൊണ്ട പാമ്പ് കറങ്ങുന്നത് ഇന്നും എന്റെ ഓർമ്മയിലുണ്ടെന്ന് അവൻ സ്വന്തം മകനെ സന്ധ്യാസമയത്ത് വിഷം തൊട്ടത് കണ്ട് ഭയപ്പെട്ട് നിലവിളക്കെടുത്ത് മാമൻ നെഞ്ചിന്റെ കൂമ്പിന് ആഞ്ഞടിച്ച് കൺമണി പിറകോട്ട് മലർന്ന് കണ്ണിന്റെ വെള്ളക്കരു തെളിഞ്ഞ് ബോധം കെട്ട് എന്റെ വല്യപ്പൻ വീടിന്റെ തിണ്ണയിൽ വീണത് എനിക്ക് ഓർമ്മയുണ്ട്. അഹങ്കാരം കൊണ്ട് അരമുറുക്കി അഹന്ത കൊണ്ട് തലകെട്ട് നടക്കുന്ന വേൾഡ് ബാങ്കിലോ സ്വിസ് ബാങ്കിലോ ICICIയിലോ കാനറ ബാങ്കിലോ കാത്തലിക് ബാങ്കിലോ അവ എവിടെയോ കുറെ ഫിക്സഡ് ഡിപ്പോസിറ്റ് കിടക്കുന്നത് കണ്ട് 5-ാം പട്ടയ്ക്ക് പാല് തുപ്പുന്ന 8 ഏക്കർ റബ്ബർ തോട്ടത്തിന്റെ ഹുങ്ക് കാണിക്കുന്ന ഏതെങ്കിലും ഒരു തരമുണ്ടെങ്കിൽ ഇന്ന് രാത്രി മാറ്റി വെച്ചോട്. നീ ജീവിക്കുന്നത് ദൈവത്തിന്റെ കരുണ കൊണ്ടാ. സഹോദര, അഹങ്കരിക്കരുത്. നല്ല പണി വരാനുള്ള പൈസ നിന്റെ കയ്യിലില്ല. ഈ
ഇപ്പൊ പനി വന്ന ചീറ്റുകയും വേണ്ട, ചുമയ്ക്കുകയും വേണ്ട. രാവിലെ പനി, വൈകുന്നേരം പന്തല്, ആളുകളൊക്കെ വരുന്നു, പാട്ട്, പ്രാർത്ഥന. മനസ്സിലായില്ല ഞാൻ ആരോടായി പ്രസംഗിക്കുന്നത്? കണ്ണുപൊട്ടനെ കൊഞ്ഞനം കുത്തുന്നത് പോലെ. അയ്യോ ചത്തുപോയാണോ പറഞ്ഞത്? ഇതിൽ കൂടുതൽ എങ്ങനെയാ പറയണേ? എന്താ കടപ്പ, എന്താ അഹങ്കാരത്തോടുള്ള കടപ്പ അല്ലേ? നെഞ്ചത്ത് റീത്തുമൊക്കെ വെച്ച് വെള്ളത്തുണിയുടെ അടിയിൽ ഇങ്ങനെ. നാളെ അമ്മച്ചി പറഞ്ഞു, എനിക്ക് മരിക്കാൻ പേടിയില്ല, പക്ഷെ എനിക്ക് മൂക്കി പഞ്ഞി വെച്ച ചൊറിയൂ. ഒരച്ചായ മരിച്ചു കിടക്കുമ്പോ പാസ്റ്റർമാരെല്ലാം വേച്ച് കീറിയപ്പോ ആമയെ തലക്കിലിരിക്കുന്ന അമ്മച്ചി മൂത്ത മോനെ ചൊറിഞ്ഞ് ചോദിക്കുക, നമ്മുടെ അച്ചായൻ തന്നെയാണോ ആ കിടക്കുന്നത് നോക്കടാണ്. കാര്യം എന്നറിയോ, ആ പറയാനും മാത്രമുള്ള സാധനം ഇല്ല. 7 ആഴ്ച കൂടുമ്പോ യോഗത്തിന് വരുന്നവനായത്. പിന്നെ ഒളിച്ചിട്ട് പുകലട ഞെട്ടി ചവച്ച് പിടിച്ചോണ്ട് വരുന്നതിനെ കുറിച്ച് ഇനി മാത്രം എന്നാ പറയാനാ? നമ്മുടെ അച്ഛൻ നമ്മൾ പ്രത്യാശ തീർത്ത് കുന്തം കാണും. പ്രത്യാശയുടെ തീർത്ത് എന്തിനാണോ ഈ ഉള്ള നുണയിലങ്ങനെ പറഞ്ഞ് നാട്ടുകാരെ ഇളക്കുന്നത്? അച്ഛൻ പോകുകയെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. പിന്നെ സെമിനാറിലല്ലേ വെക്കാൻ പറ്റുള്ളൂ. അതിന് തെളിവ് ഞാൻ പറയാം. ആമേ അനിൽ കുമാർ കാവാലമാസ് പറഞ്ഞൊരു വാക്യ കടമെടുക്കുക. കൊരിന്തിലുള്ള വിശുദ്ധന്മാരെ എന്നാ വിളിച്ചത്. പക്ഷെ എല്ലാരും വിശുദ്ധന്മാരില്ലെന്ന് പൗലോസിന് അറിയാം. പക്ഷെ മൊത്തത്തിൽ വിളിക്കുമ്പോൾ അങ്ങനെ വിളിക്കാൻ പറ്റുള്ളൂ. കൊരിന്തിലുള്ള 250 വിശുദ്ധന്മാരെയും 5 അശുദ്ധന്മാരെയും അങ്ങനെ ചൊല്ലുന്നെന്ന് പറയാൻ പറ്റും. പവനമം പട്ടണത്തിൽ ആരു കടന്നിടൂ, പാപമറ്റ ജീവിതം നയിച്ചവരല്ലോ, നീതിയായി നടന്നു നേർപ്പറഞ്ഞീ മണ്ണിൽ പാതിവൃത്യം ഉള്ള മണവാട്ടി മാത്രമേ. എപ്രയാണക്കാലം ഞാൻ പറന്നു വേഗം യേശുവിനോട് ചേരും, വിൺമഹിമ പ്രാപിച്ചു ഞാൻ വിശ്രമിച്ചിടും. ഞാൻ പറന്നു വേഗം പ്രിയനോട് ചേരും, വിൺമഹിമ പ്രാപിച്ചു ഞാൻ വിശ്രമിച്ചിടും. എന്റെ അപ്പനെ കോട്ടയം കാരിദാസിലും വല്യപ്പനെ കോട്ടയം മെഡിക്കൽ കോളേജിലും അഡ്മിറ്റ് ചെയ്തു. കോട്ടയം മെഡിക്കൽ കോളേജിന്റെ അരണ്ട തണുപ്പത്ത് ജീവന്റെയും മരണത്തിന്റെ ഇടയ്ക്കുള്ള നൂൽപാലത്തിൽ 5 ദിവസത്തെ സമരം അവസാനിപ്പിച്ച് എന്റെ വല്യപ്പന്റെ കണ്ണ് തിരുമി അടയ്ക്കുമ്പോൾ എന്റെ വീട് അനാഥത്വം മണക്കാൻ തുടങ്ങി. പട്ടിനിലത്ത് കെട്ടിപ്പൊക്കിയ പന്തൽ ശരീരം കൊണ്ടുവച്ച അനുശോചനങ്ങളുടെ പ്രവാഹം വീടിന്റെ തെക്ക് ഭാഗത്ത് പച്ചമാവിന്റെ പിറക് വെട്ടിപ്പൂളി ശരീരം അതിൽ വെച്ച് കത്തിച്ച് 6 പച്ചവട്ടയ്ക്കകത്ത് ചാരം കോരി വെള്ളത്തിലൊഴുക്കി അസ്ഥി കൊണ്ട് അടിമയും വെച്ച് അയ്യോ ചിതയുണങ്ങാത്ത ആ ഗതികെട്ട വീട്ടിൽ കണ്ണുണങ്ങാതെ കരഞ്ഞ ദിവസങ്ങൾ. അയ്യോ ഞാൻ 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയം ആരും പറഞ്ഞു കേട്ടതല്ല. കണ്ണിന്റെ നേത്രപടലത്തിലെ സേവിങ്സാണ് ഞാനീ പറയുന്നത്. 18ാമത്തെ ദിവസം കോട്ടയം കാരിദാസ് ആശുപത്രി ഉപേക്ഷിച്ചവനാ. ഉച്ചം നിറുക മുതൽ ഉള്ളങ്കാൽ വരെ പഴുത്ത് പുഴുത്ത് നാസാരന്ധ്രങ്ങൾ തുളച്ചു കയറുന്ന കഠോരമായ ദുർഗന്ധത്തിന് അടിമയായി 3 മക്കളെയും ഭാര്യയെ പോറ്റാനും പുലർത്താനും നോക്കാനും കരുത്തില്ലാത്തവനായി നിറുക മുതൽ പാദം വരെ പുഴുത്ത ഒരു ശരീരം ആശുപത്രി വീട്ടിലോട്ട് കൊടുത്തു വിട്ടെന്ന് ജോലിയെടുക്കാൻ മേല. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ജംഗിലാത്തുകാരും പത്തനാപുരംകാരും അടൂക്കാരും കേരളക്കാരും മൊത്തക്കാരും അറിഞ്ഞു. സൗന്ദര്യമുണ്ടെങ്കിൽ ബന്ധമുണ്ടെന്ന്, ആരോഗ്യമുണ്ടെങ്കിൽ ബന്ധമുണ്ടെന്ന്, വീടുണ്ടെങ്കിൽ ബന്ധമുണ്ടെന്ന്, മൂത്ത കൊച്ചു ഹൂസ്റ്റണിലോ ഡാളസിലോ ആമെ എവിടെയെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ബന്ധമുണ്ടെന്ന്, ഇളയാളിയൻ സൗദിയിലുണ്ടെങ്കിൽ ബന്ധമുണ്ടെന്ന്. എടാ കാശില്ലാത്തവനെ ഇവിടെ ആർക്ക് വേണം? സൗന്ദര്യമില്ലാത്തവനെ ഇവിടെ ആർക്ക് വേണം? എന്നാൽ ഇന്ന് രാത്രി ഞാൻ ഉറക്കെ പറയാ, ഏത് തകർന്നവനെയും നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന ഒരു ദൈവമുണ്ട്. അത് ഞാൻ ഉയർത്തുന്ന യേശുവാ. കാരണം അടിച്ചൊരാവൻ പറഞ്ഞാട്ടെ. യേശുവിനെ കുറിച്ചുള്ള സുവിശേഷ പുസ്തകങ്ങളിൽ മഷി പടരാതെ ഞാൻ വായിച്ച ദൂത് ഞാൻ പറയാ. യേശുവിന്റെ ഐഹിക ശുശ്രൂഷയിൽ 42 മാസത്തിൽ യേശു ചെയ്ത 3 കാര്യങ്ങൾ. 1, ആരും തൊടാത്തവനെ യേശു തൊട്ടു. എന്റെ ദൈവമേ, ഒരു നല്ല ഹല്ലേലൂയ പറ. 2, ആരും മിണ്ടാത്തവരോട് യേശു മിണ്ടി.
3, ആരും കിടക്കാത്ത വീട്ടിൽ പോയി യേശു കിടന്നെന്ന് ഉറപ്പ്. അവഗണിക്കപ്പെട്ടവരെ പരിഗണിക്കുന്ന ഇന്ന് രാത്രിയിൽ കേരളത്തിലുള്ള സമൂഹങ്ങളോട് ഞാൻ വിളിച്ചു പറയാ, കാശുള്ളവരെയൊക്കെ നിങ്ങൾ എടുത്തോ, ആരോഗ്യമുള്ളവരൊക്കെ നിങ്ങൾ എടുത്തോ, തകർന്നവരെ ഞങ്ങൾക്ക് 6 പ്രാവശ്യം എന്റെ അപ്പനും അമ്മയും കൂടെ ആത്മഹത്യക്കൊരുങ്ങി. സഹോദരന്മാരെ, സുവിശേഷ യോഗം നടക്കുന്ന പന്തലിൽ കയറി ലൈറ്റ് ഓഫ് ചെയ്ത് അടിക്കണ്ട. കാരണം ഈ ഒരൊറ്റ യോഗം നടന്നാൽ ഈ ദേശത്തെ ആത്മഹത്യകളെ എടുത്തു മാറ്റാൻ ദൈവത്തിന് കഴിയും. ഒന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാ, യുദ്ധത്തിൽ എന്റെ കൂടെ നിൽക്കേ. 6 പ്രാവശ്യം മക്കളെ ഒക്കത്ത് വെച്ച് കെട്ടി വെള്ളത്തിൽ ചാടാനും ഫ്യൂരിടാൻ വിഷം കുടിക്കാനും കുപ്പിച്ചിൽ ഇടിച്ചു പൊട്ടിച്ച് ചോറിന്റെ ഉരുളക്കകത്ത് വെച്ച് വിഴുങ്ങി മരിക്കാനും 6 ആത്മഹത്യകൾ. ആമൻ നടക്കാതെ പോയ എന്റെ അപ്പൻ വിരലിന്റെ വലിപ്പമുള്ള കൂറ്റൻ കഞ്ചാവും വലിച്ചു വീടിന്റെ മുറ്റത്ത് ബോധം കെട്ട് കിടക്കുന്ന വൃത്തിഹീനമായ ദിവസങ്ങൾ എന്റെ ഓർമ്മയിലുണ്ട്. അന്നത്തെ സഭകൾക്ക് ഔട്ട്റീച്ച് വർക്ക് ഉണ്ടായിരുന്നു, സുവിശേഷ പ്രവർത്തനം. എനിക്ക് തലയൊന്നും ചൊറിയുന്നില്ല, സത്യമായിട്ടും ചൊറിയുന്നില്ല. ചില കാര്യം പറയുമ്പോൾ അറിയാതെ സംഭവിക്കുന്ന. അന്ന് ഔട്ട്റീച്ച് വർക്ക് ഉണ്ടായിരുന്നു. ഇന്നും നമുക്ക് അവൻ ആംഗ്യ ഭാഷയിൽ അവനോടൊന്ന് വാക്യമുണ്ടല്ലോ, അത് തന്നെ സാധനം. നമുക്ക് ഔട്ട്റീച്ച് വർക്ക് സ്തോത്രം. പുഴുത്ത എന്റെ അപ്പനെ കസേരയിൽ ഇരുത്തി പൊക്കിക്കൊണ്ടുപോയി യോഗത്തിന്. പെട്രോമാക്സ് കത്തിച്ച് യോഗം നടക്കുന്ന ഒരു പഴകിയ വീടിന്റെ മുറ്റത്ത് ആരും കാണാതെ ഇരുട്ടത്തിരുന്ന എന്റെ അപ്പനെ 34 വർഷത്തിന് മുമ്പ് ശിശുടിച്ച ദൈവദാസൻ പേര് വിളിച്ചെന്നു. പേര് വിളിക്ക ശിശുടെ ഇന്നുണ്ടായതല്ല. കൃപയുള്ളവൻ പണ്ട് തൊട്ടേ പേര് വിളിക്കുന്നുണ്ട്. അന്ന് വാട്സാപ്പ് ഇല്ലാഞ്ഞുകൊണ്ടാണ്. ദാവീദ് സിംഹത്തെ കീറിയ കാലത്ത് വാട്സാപ്പ് ഉണ്ടായിരുന്നെങ്കിൽ സിംഹത്തിന്റെ തോലുമായിട്ട് നിൽക്കുന്ന എത്ര ഫോട്ടോ നമ്മൾ കാണേണ്ടി വന്നത്. ആയുസിൽ കോട്ടിടാത്തവരൊക്കെ കോട്ടിട്ടോണ്ട് ഫ്ലെക്സ് നിൽക്കുന്നത്. ഒയ്യോ, ഞാൻ എന്റെ കല്യാണത്തിന് ഈ സാധനം കഴുത്തെ കെട്ടിയിട്ട് ഇതെങ്ങനെ ഊരിയെടുക്കുമെന്ന് അറിയാതെ ഞാൻ പെട്ട പാട് എനിക്കറിയാം. ശ്രദ്ധിച്ചു കേട്ടോളൂ. ആമേൻ, ആമേൻ. എല്ലാവരും കൈവിടപ്പെട്ട് എന്റെ അപ്പനെ ഇരുട്ടത്തിരുന്ന് എന്റെ അപ്പന്റെ പേര് വിളിച്ചെന്ന്. ആമേൻ. എനിക്ക് കൃപാവര ശുശ്രൂഷകളിൽ വിശ്വാസമാണ്. പക്ഷെ എന്റെ ഒരു അപേക്ഷ എന്താണെന്നറിയോ, അതൊക്കെ റേഞ്ച് ഉള്ളവരെ ചെയ്യാവൂ. കഴിഞ്ഞ ദിവസം ആരാണ്ട് മേരി എന്ന് വിളിച്ചപ്പോ 10 മേരി എഴുതി. അതിനകത്തുനിന്ന് ഏത് മേരിയാന്ന് അറിയാൻ വരാന്ന് പറഞ്ഞ് എല്ലാ മേരിക്കും ഇന്ന് രാത്രി വിടുതലാണ്. അങ്ങനെ കാടടച്ച് വെടിവെക്കുന്ന നായാട്ടുകാരനല്ല നമ്മുടെ ദൈവം. നമ്മുടെ ദൈവത്തെ കൊണ്ട് ആരും നുണ പറയരുത്. യോഗത്തിന് എടുത്ത കസേരയുടെ എണ്ണം സെക്രട്ടറി ചാൻ ഓർമ്മയുണ്ടോ? സെക്രട്ടറി ചാൻ നന്ദി പറഞ്ഞേച്ച് പോയോ? ഉണ്ടോ? ഓക്കെ. എടുത്ത കസേരയുടെ എണ്ണ അച്ചായന് ഓർമ്മയുണ്ട്. എന്നാൽ ഇവിടുത്തെ ഒരേ ചാൻ പറയാം, എങ്ങനെയുണ്ടായിരുന്നു ഞങ്ങളത്? എന്നോ മനുഷ്യനെന്നറിയോ, ഒരു 10,000 പേര്. എങ്ങനെ ഈ 500 കസേരയിൽ 1000 പേര് ഇരിക്കുന്നത്? നമുക്ക് എന്തിനാ പ്രിയത? കർത്താവിന്റെ പേരിലുള്ളതോടെ എല്ലാം കൂടെ പറയുന്നത്. നമുക്ക് നേര് പറയാന്നേ, ഉള്ളത് മതിയെന്ന്. അല്ലാതെ കുളം വരാത്ത 10,000 പേര് കൂടുന്നതിനൊക്കെ നല്ലതല്ല രക്ഷപ്പെടാൻ ആഗ്രഹമുള്ള 10 പേര് കൂടുന്നത്. കരമുയർത്തിയുടെ നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ടെ. അന്ന് രാത്രി യോഗം കഴിഞ്ഞ് വീട്ടിൽ വന്ന് എന്റെ അപ്പന്റെ പുഴുത്തുപോയ കാലിൽ മാംസം കിളുക്കുന്നത് ഞാൻ കണ്ടതാ എന്റെ കണ്ണുകൊണ്ട്. ഇന്ന് രാത്രി പുസ്തകം ഉയർത്തിപ്പിടിച്ച് ഞാൻ പറയാം, നൗ ഐ ബിലീവ് ഇൻ മിറക്കിൾസ്. ഞാൻ അത്ഭുതങ്ങളിൽ ഇന്ന് രാത്രി വിശ്വസിക്കുന്നു. ഈ യോഗത്തിനകത്ത് രോഗികളുണ്ടോ? അവരെ സൗഖ്യമാക്കാൻ യേശു ശക്തനാണ്. ക്യാൻസർ വന്നവനുണ്ടോ? അവരെ സൗഖ്യമാക്കാൻ യേശു ശക്തനാണ്. കണ്ണില്ലാത്തവന് കണ്ണുണ്ടാക്കി കൊടുക്കുക യേശു ശക്തനാണ്. രോഗിയെ വിടുവിക്കാൻ യേശു ശക്തനാണ്. കാഴ്ചയില്ലാത്തവന് കാഴ്ച കൊടുക്കാൻ യേശു ശക്തനാണ്. മരിച്ചവരെ ഉയർപ്പിക്കാൻ യേശു ശക്തനാണ്. പക്ഷേ ഞാൻ പറഞ്ഞത് അതല്ല. പുത്രത്വത്തിന്റെ അടയാളം അത്ഭുതമല്ല. കല്ലപ്പമാക്കിയാലേ പുത്രനാവുള്ളൂ? ഇല്ല. ഞാൻ ആ ഭാഗം വിടുന്നു. ഇതെവിടെ ചെന്ന് നിൽക്കുമെന്നറിയില്ല. ഹല്ലേലൂയ. രണ്ടാമത്തത്, യേശുവിനെ ദൈവാലയ ഗോപുരത്തിന്റെ മേളിൽ കയറ്റി വെച്ച് പിശാച് പറയാ, താഴോട്ട് ചാടിക്കോ, നിന്നെ
നിന്നെ പിടിച്ചോളും. അതിന്റെ മലയാളം കേൾക്കണോ നിങ്ങൾക്ക്? പിടിക്കുവോന്നറിയാൻ ചാടിക്കോളാൻ. ഞാൻ ആരോടായി പറയുന്നത്? പിടിക്കുവോന്ന് അറിയാൻ ചാടിക്കോളാൻ. ജോസഫ് പാസ് താഴെ എന്നോട് സുഭാഷ് പാസ് ചാടിക്കോളാൻ പറഞ്ഞ ജീവനോടെ ഞാൻ ചാടി. അതിനൊന്നറിയോ, നാളെ എനിക്ക് യോഗമുണ്ടോ? ഇങ്ങനെ കേട്ടോണ്ട് പ്രസംഗിക്കുന്ന വൃത്തികേടല്ലേ? ആ സമയത്ത് എനിക്ക് 2 മക്കളുണ്ട്. എന്റെ ഇളയവന് 5 വയസ്സുണ്ട്. അവനെ ടേബിളെ കയറ്റി നിർത്തിച്ച് ഞാൻ ചാടിക്കോളാന്ന് പറഞ്ഞാണല്ലോ, അവന്റെ ഇങ്ങനെ നോക്കത്തില്ല. കാര്യം എന്നറിയോ, അപ്പനും മോനും നമ്മളുടെ ബന്ധം കറക്റ്റ് ആണെങ്കിൽ അതിനിടയ്ക്ക് പരീക്ഷണമില്ല. പുത്രത്വത്തിനകത്ത് പരീക്ഷണങ്ങളില്ല. എത്ര പേര് ആമേൻ പറയുന്നുണ്ട്? യേശു രോഗം സൗഖ്യമാക്കുമോ ഇല്ലയോ എന്നറിയാൻ എനിക്ക് രോഗം വരേണ്ട ആവശ്യമില്ല. ഞാൻ സേവിക്കുന്നത് എന്റെ അപ്പനെയാ. അവൻ എന്നെ സൗഖ്യമാക്കാൻ അറിയാം. അക്കാര്യം ഉയർത്തി ആമേൻ പറഞ്ഞു. ഇനി എന്നെ വീണ് നമസ്കരിച്ചോ, നിനക്ക് പത്തനാപുരം ടൗണിൽ 8 സെന്റ് സ്ഥലം തരാന്ന്. അതല്ലേ പിശാച് പറഞ്ഞത്? അപ്പോ പിശാച് പറഞ്ഞ 3 കാര്യം. 1 കൊട്ടയ്ക്കകത്ത് അപ്പം, 2 ചാടിക്കോ പിടിച്ചോളൂ ഓൺ സെക്യൂരിറ്റി, 3 ആരാധിച്ചോ പ്രോപ്പർട്ടി. ഒന്നുകൂടെ പറയുന്നു, 1 കൊട്ടയ്ക്കകത്ത് അപ്പം ഭക്ഷണം, 2 ചാടിക്കോ പിടിച്ചോളൂ സെക്യൂരിറ്റി, 3-മത്തത് ചാടിക്കോ പ്രോപ്പർട്ടി. എന്റെ ദാസനെ പത്തനാപുരം ടൗണിൽ ഒന്നറിയോ അമ്മമ്മ, പത്തനാപുരം ടൗണിൽ പോകാനാണോ നീ ഇറങ്ങിയത്? സ്വർഗത്തിൽ പോകാനല്ലേ? ഒരു മരണ വീട്ടിൽ എല്ലാവരും വന്ന് അമ്മാമ്മ മരിച്ചുപോയി. അന്നേരം ചിന്നമാമ മരിച്ചു കിടക്കുക. അച്ഛൻ സങ്കടപ്പെട്ടിരിക്കുമ്പോൾ എല്ലാ പാസ്റ്റർമാരും കണ്ണുനീരോടെ പറയാ, ബേച്ചായ ഭാരപ്പെടണ്ട, ചിന്നമാമനെ തേജസ് കൊടുത്തവളായി നിത്യതയെ പോക്കണം. വന്ന പാസ്റ്റർമാരെല്ലാം പറയാ ചിന്നമാമനെ അവിടെ ചെന്ന് കാണും. അനീഷ് കുമാർ കാവാലം പാസ് എഴുന്നേറ്റ് പറഞ്ഞു, അച്ഛൻ ചിന്നമാമനെ കാണാനല്ല സ്വർഗത്തിൽ പോണത്, യേശുവിനെ കാണാനാണ്. പ്രത്യാശയുടെ പോക്ക് കണ്ടോ? ഇവിടെ അവിടെ ദൂതന്റെ ഗൗരവത്തിലേക്ക് ഞാൻ ചാടി കയറുക. നിങ്ങളൊരു യോഗത്തിന് പോയിട്ട് ആ യോഗത്തിന് കേൾക്കുന്നത് ഭക്ഷണക്കാര്യവും സെക്യൂരിറ്റിയും പ്രോപ്പർട്ടിയും ആണെങ്കിൽ ആ യോഗത്തിൽ എത്ര കൈയടിച്ചാലും അത് പിശാചിന്റെ യോഗമായിരിക്കും, യേശുവിൻ്റെതല്ല. കാര്യം എന്തെന്നറിയാമോ? പിശാച് താൽക്കാലികമായ വിഷയങ്ങൾക്ക് വേണ്ടി ഇവിടെ നിൽക്കുമ്പോ നമ്മൾ ഇറങ്ങിയത് ഇതിനു വേണ്ടിയല്ല, നിത്യതയ്ക്ക് വേണ്ടിയാ. കരമൊന്ന് ഉയർത്തിപ്പിടിച്ച് ഹല്ലേലൂയ. അയ്യോ ഇത്രയും പേര് പോരല്ലോ, ഹല്ലേലൂയ. ആമേ. ഇവിടെ വീടുണ്ടോ വീടില്ലയോ, വണ്ടിയുണ്ടോ വണ്ടിയില്ലയോ, നല്ല വസ്ത്രമുണ്ടോ ഇല്ലയോ, അതല്ല. ആമേ. എനിക്ക് നിത്യതയാണ് വലുത്. കൈയുള്ളവരെ കൈയൊന്ന് ചേർത്തടിച്ച് അതരം തുറന്ന് ശക്തിയോട് പത്തനാപുരക്കാർക്ക് ദൈവത്തെ സ്തുതിക്കുക. ഞങ്ങളുടെ ലക്ഷ്യം നിത്യതയാ. ഹല്ലേലൂയ. യേശു കർത്താവ് ചെയ്ത അത്ഭുതങ്ങൾ പുസ്തകത്തിൽ എഴുതി തന്നത് 39 എണ്ണം. 3 മരിച്ചവരെ ഉയർപ്പിക്കുന്നു, 3 കുരുടന്മാർക്ക് കാഴ്ച കൊടുക്കുന്നു, ഒട്ടനവധി കുഷ്ഠരോഗികളെ തൊട്ട് സൗഖ്യമാക്കുന്നു, മുടന്തന്മാരെ പിടിച്ചെഴുന്നേൽപ്പിക്കുന്നു. അനശ്യൂതമൊഴുകുന്ന നദി പോലെ മണ്ണുകൾ യേശുവിന്റെ അത്ഭുതങ്ങളുടെ വിളനിലമാക്കി മാറ്റപ്പെടുകയാണ്. കർത്താവിന്റെ ശുശ്രൂഷ ചാറ്റുളി പോലെ കേറുകയാ, കൊള്ളിയാൻ മിന്നൽ പോലെ പാളി ഇറങ്ങുകയാ. യഹൂദ നാട് വരണ്ടു, ശമര്യ വിറച്ചു നിൽക്കുന്നു, ഗലീലയുടെ തീരങ്ങൾ ആർത്തികൊണ്ട് നിൽക്കുകയാ. ഉലകത്തിന്റെ ഉടമസ്ഥൻ കാലുറപ്പിച്ചു നിന്ന് ദൈവരാജ്യത്തിന് പ്രവർത്തി ചെയ്യുകയാ. ദൂതിലേക്ക് വരാം. എന്നോട് കൂടെ ഒരു ശകല നേരം സന്തോഷത്തോടെ നിൽക്കാമെന്ന് ഉറപ്പുള്ളവരുടെ കൈയൊന്ന് കാണിച്ചേ. പ്ലീസ് പ്ലീസ്, ഐ നീഡ് യുവർ ഹെൽപ്പ്. എനിക്ക് വേണം നിങ്ങളെ ഒരു ശകല നേരത്തേക്ക്. പഴയ നിയമത്തിലെ വാക്യമാ വായിച്ചത്. അത് കെട്ടിവലിച്ചുകൊണ്ട് ക്രൂശിന്റെ അടിവാരത്തിൽ കൊണ്ടുവരണമെങ്കിൽ ഉറപ്പായിട്ടും എന്റെ വായിക്കാത്ത പദം വരും. ആരായത്? സെഖര്യാവ്. സെഖര്യാവ്, താങ്കളാരാ? ഞാനൊരു പ്രോഫറ്റ്, ഒരു പ്രവാചകനാണ്. എന്താ പ്രവചനം? സെരുബാബേലിന്റെ മുൻപിലുള്ള മഹാപർവ്വതമേ നീ ആര്? കൂടെ വരണേ, ഞാൻ പഴയ നിയമം പ്രസംഗിക്കുകയല്ല, ക്രൂശ വരിക. നീ സമഭൂമിയായി തീരും. കൃപ കൃപ എന്നാത്തുകൊണ്ടാണ് കല്ലുകളെ ചുറ്റും. സംഭവങ്ങളുടെ വിശദീകരണം നിങ്ങൾക്കറിയാം. സെരുബ്ബാബേൽ എന്ന ദൈവമനുഷ്യൻ ആലയം പണിയാൻ എഴുന്നേറ്റപ്പോൾ സൻബല്ലത്തും തോബിയാവും ആലയം പണിക്ക് എതിരെ നിന്നപ്പോൾ ദൈവമനുഷ്യന്റെ തളർന്ന ഹൃദയത്തെ ഉറപ്പിക്കാൻ ദൈവം എഴുന്നേൽപ്പിച്ച പ്രവാചകനാണ് സെഖര്യാവ്.
പ്രവചനം തളർത്തുന്നതല്ല, പ്രവചനം വളർത്തുന്നതാ. എത്ര പേര് ആമേൻ? ഒരു നല്ല ആമേൻ പറ. പ്രവചനം തളർത്തുന്നതല്ല, പ്രവചനം വളർത്തുന്നതാണ്. എന്നിട്ട് സെക്കൻഡ് പറഞ്ഞു കേൾക്കണോ, സൈന്യത്താലല്ല, വിടുന്നില്ല, ശക്തിയാലല്ല, ദൈവത്തിന്റെ ആത്മാവിനാലത്രേ അവൻ സർവഭൂമിയിലും ഉള്ളാടിച്ചെല്ലുന്ന യഹോവയുടെ 7 കണ്ണ് സെരുബ്ബാബേലിന്റെ കയ്യിലിരിക്കുന്ന തൂക്കുകട്ട കണ്ട് സന്തോഷിക്കുന്നു. ഒരു മിനിറ്റ് പറഞ്ഞേച്ച് ദൂതിന്റെ ഗൗരവത്തിൽ വരാം. തൂക്കുകട്ട കണ്ട് സന്തോഷിക്കുന്നത്. ആമേൻ. മതിൽ പണിയുന്ന, വീട് പണിയുന്ന, ആമേൻ, ഒരാളുടെ കൈവശമുള്ള 2-3 ഉപകരണത്തിന്റെ പേരൊന്ന് പറഞ്ഞ് സഹായിക്കാവോ? AK-47, ബാക്കി കരണ്ടി. സത്യമാണോ? അയ്യോ, എല്ലാരും രാവിലെ ടെക്സാസിൽ നിന്ന് വന്നതല്ലേ, ആ നോട്ടോ ഇരിപ്പും കണ്ടില്ലേ? ഒന്ന് സഹായിക്കാൻ കുലശേഖരൻ അല്ലേ? ആ, ആയിക്കോട്ടെ, കുലശേഖരം. പിന്നെ മുഴക്കോല്. നിങ്ങളുടെ ആ പാവം ഏതായാലും മാസം അവിടെ ഇരിക്കുമല്ലേ, പറഞ്ഞേച്ച് പോയാൽ മതി എന്ന്. തൂക്കുകെട്ട, മുഴക്കോല്, ഈ ഏണ്ട ഒരു 4-5 കൂട്ടം സാധനങ്ങളുണ്ട്. ഇതൊന്നും ദൈവത്തിന്റെ കണ്ണ് കണ്ടില്ല. സെരുബ്ബാബേലിന്റെ കയ്യിലിരിക്കുന്ന കുലശേഖരം കണ്ട് സന്തോഷിക്കുന്നു, വാക്യമില്ല. മുഴക്കോല് കണ്ട് സന്തോഷിക്കുന്നു, വാക്യമില്ല. നിങ്ങളിപ്പോ ഒന്നും കാണുന്നില്ലല്ലോ സന്തോഷം. ഇന്ന് 2-ാം ദിവസം വന്ന് എന്റെ അവസ്ഥ ഇതായിരുന്നെങ്കിൽ ഇന്നലെ വന്നവന്റെ അവസ്ഥ ഞാൻ ആലോചിക്കുക. അയാളുടെ അടക്ക് കഴിഞ്ഞു കാണും. ജീവനോട് ചോദിക്കണം കേട്ടോ, വിളിച്ചിട്ട്. തൂക്കുകെട്ട കണ്ട് സന്തോഷിച്ചെന്ന്. എന്താ യഹോവയുടെ കണ്ണ്? എന്താ വേറൊന്നും കാണാതെ തൂക്കുകെട്ട കണ്ടത്? തൂക്കുകെട്ട കൊണ്ട് എന്നാ ഉപയോഗം? ഇഷ്ടിക എടുത്ത് വെക്കുവോ? ഇല്ല. ആമേ സിമെന്റ് കോരി ഇടുവോ? ഇല്ല. ആമേ തൂക്കുകെട്ടയുടെ പ്രത്യേകത എന്നറിയോ? ഒരു 2 കട്ട വെച്ചൊന്ന് തൂക്കി നോക്ക്, പണി കറക്റ്റ് ആണോ എന്നറിയാൻ. നിങ്ങൾ ഞാൻ പറയുന്നത് എന്നോട് ക്ഷമിച്ചേക്കണം. 20 വർഷം പെന്തിക്കോസിൽ പ്രസംഗിച്ചു. ദൈവമക്കളുടെ വിയർപ്പിന്റെ മണമുള്ള സ്വോത്രകാഴ്ച കൊണ്ട് രക്ഷപ്പെട്ടു. 22 വർഷം കഴിഞ്ഞപ്പോ വെളിപ്പാടുണ്ടായെന്ന്. പെന്തിക്കോസ് തെറ്റാണ്. എന്താണോ ഞങ്ങൾ ഈ കേൾക്കുന്നത്? ഒരാൾ പറയുന്നു ഞാൻ ദീർഘവർഷങ്ങൾ പഠിച്ചെന്ന്. എടോ, പഠിച്ചവനും പഠിക്കാത്തവനും വെളിപ്പെടുന്ന പുസ്തകമാണോ ഇത്? എന്നാ തെളിവ്? അക്ഷരാഭ്യാസമില്ലാത്ത പത്രോസിനും പള്ളിക്കുടുത്തി പോയാത്ത ആട്ടിടയനും വെളിപ്പെട്ട പുസ്തകമാണോ ഇത്? തന്നോട് ആരാ പറഞ്ഞത്? പഠനത്തിലൂടെ ഇത് പണി വരുന്നത്. യേശു പഠനമല്ലോ, യേശു വെളിപ്പാടാ. എന്താ പത്രോസ് പറഞ്ഞത്? വില്യം ബാർക്ലേയുടെ കമന്ററിയിൽ നിന്ന് നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു. യേശു പറഞ്ഞു ഇത് കമന്ററിക്കകത്ത് നിന്ന് വന്നതല്ല, ഇത് സ്വർഗ്ഗത്തിൽ നിന്ന് വന്നതാ. ഇത് റെവലേഷൻ. ഒന്ന് കൈ അടിച്ചു പറ. ചങ്കൂറ്റം കാണിക്ക. ഹല്ലേലൂയ. ഈ വെളിപ്പാട് കിട്ടിയവരെ ഓർത്തിയ ദൈവത്തിന്റെ സ്തോത്രം ചെയ്യുക. യേശുവിന് വെളിപ്പാട്, യേശുവിന് വെളിപ്പാടാ മകനെ. യേശുവിനെ ബുദ്ധി കൊണ്ട് പഠിച്ചവരെല്ലാം മുടിഞ്ഞിട്ടുണ്ട്. യേശുവിന് വെളിപ്പാട്. ഇത് ഞാൻ പഠിച്ചത് ഈ പുസ്തകത്തിനകത്തുനിന്ന്. ഹല്ലേലൂയ. അങ്ങേ ലോകത്തിലെ കാര്യം പറഞ്ഞാൽ നമ്മുടെ തലയ്ക്കകത്ത് കയറാഞ്ഞുകൊണ്ടാ. യേശു ഭൂമി എന്ന ഉപമ പറഞ്ഞപ്പോ ഗാലക്സിയിൽ ഇത്ര നക്ഷത്രം ഉണ്ടെന്ന് പറയാതെ പുളിച്ചമാവിനെ കുറിച്ച് യേശു പറഞ്ഞത്. ഇയാളുടെ തലയ്ക്കകത്തത് എത്തുകയില്ല. കടുക് ചെടിയെ കുറിച്ച് യേശു പറഞ്ഞത് യേശുവിന് ആകാശത്തെ കുറിച്ച് അറിയാൻ കഴിഞ്ഞിട്ടല്ല. നമ്മൾ പറഞ്ഞറിയോ, ഗാലക്സിയിൽ എപ്സിൽ എന്ന് പേരുള്ള നക്ഷത്രമുണ്ട്. 100 കോടി സൂര്യനെ പിടിച്ച എപ്സിൽ നക്ഷത്രത്തിന് കെട്ടിപ്പൊതിഞ്ഞിട്ടാൽ കൊട്ടക്കടിയിൽ കോഴിക്കുഞ്ഞു പോലെ മാത്രമേ ഉള്ളൂ. സൂര്യനകത്ത് കത്തുന്ന ഹീലിയത്തിന്റെ അളവ് അവിടെ പോയി അളന്ന് നോക്കിച്ച് വന്നിച്ച് പറഞ്ഞിരിക്കുക. കർത്താവ് മേളിൽ നിന്ന് വന്ന കർത്താവ് മണ്ണിലെ കാര്യം പറയുമ്പോൾ മണ്ണ നിൽക്കുന്നുണ്ട്, ഒരു പിടിയില്ലാത്ത കാര്യം പറയുക. ഞാൻ അതിനൊന്നും എതിരല്ല പ്രിയരെ.
സുവിശേഷം ജനകീയമാണ്. ഇത് കോടീശ്വരന്മാരെ തപ്പി വന്ന പുസ്തകമല്ല. സുവിശേഷം ആദ്യം വെളിപ്പെടുത്തിയത് തമ്മകക്കൂടുള്ള വള്ളത്തെ കടലിനോട് മല്ലയുദ്ധം ചെയ്യുമ്പോ പള്ളിക്കുടുത്തി പോകാത്ത മുക്കുവന്റെ മുമ്പിലാ, അല്ലാതെ തല മത്തങ്ങ പൊതിക്കുന്ന ഡോക്ടറിന്റെ മുമ്പിലല്ല. വേണേ ആമേ പറഞ്ഞാൽ മതി. കർത്താവ് ശിഷ്യന്മാരായിട്ട് ആദ്യം ഡോക്ടർമാരെ വിളിക്കാത്തതിനായിട്ട് സ്തോത്രം. ആരെങ്കിലും ഡോക്ടർമാരുടെ എന്റെ വണ്ടി തല്ലി പൊളിക്കരുത്, അത് ലോണാണ്, ബാക്കി കാശ് അടച്ചോണം. ഡോക്ടറിന് എന്നാ കുഴപ്പം? ഒത്തിരി നല്ല ഗുണങ്ങളുണ്ട്. പക്ഷെ ഉള്ള കുഴപ്പം ഞാൻ പറയാം. എന്നാ സംഭവിച്ചാലും റിസർച്ചിന്റെ റിസൾട്ട് ഇല്ലാതെ വാ തുറക്കുകയില്ല. ഡോക്ടറെ തലവേദനയാ, പുറം വേദനയാ, കണ്ണ് പിടയ്ക്കുന്നുണ്ട്, വയറ് പൊള്ളുന്നുണ്ട്. എന്നാലും പുള്ളി പറയുക, അണ്ട് അവിടെ കൊതുക് പോലത്തെ ഒരു ചേച്ചി നിൽപ്പുണ്ട്, വെള്ളയിട്ടുണ്ട്. അവൾ വന്ന് കുത്തിയച്ച് ഒരു 1.25 ലിറ്റർ ബ്ലഡ് വലിക്കും. വലിച്ചേച്ച് ഞങ്ങൾ ടെസ്റ്റ് ചെയ്തേച്ച് പറയാം, നിന്റെ ലിവർ ഫങ്ഷൻ, നിന്റെ തൈറോയിഡ്, നിന്റെ എന്താ പറയുന്നത് പ്ലേറ്റ്ലെറ്റ്സിന്റെ കൗണ്ട്, വൈറ്റ് കോർപ്പസൽസ്, നിന്റെ ബ്ലഡിന്റെ ചംക്രമണത്തിന്റെ വേഗത, നെഞ്ചിടിപ്പിന്റെ ആഴ്. എന്നിട്ട് ഞങ്ങൾ പറയാം, നിങ്ങൾക്ക് സത്യത്തിലുണ്ടല്ലോ ഈ ബയോപ്സിക്ക് വിട്ടുകഴിഞ്ഞാൽ ആ 15 ദിവസമുള്ള ഈ അച്ഛൻ്റെ ആരാധന ഒന്ന് കാണേണ്ടതാണ്. ഒരിക്കലും കൈയടിക്കാത്തവരൊക്കെ ഉണ്ടല്ലോ, ഫാനെ തൂങ്ങും. കാര്യം എന്നറിയോ? റിസൾട്ട് വരുന്നത് വരെ ഇവൻ തൂങ്ങും. ഇനി നെഞ്ചുവേദനയായിട്ട് ഒരു അമ്മാമ്മേനെ ആശുപത്രി കൊണ്ട് കയറ്റിയ ചെലന്തി വിലക്കാത്ത പ്രാണി പോലെ ദേഹത്തെല്ലാം ട്യൂബ് പൊട്ടിച്ചു ഡോക്ടർ പറഞ്ഞറിയോ 48 മണിക്കൂർ കഴിഞ്ഞ് എന്തെങ്കിലും പറയാൻ പറ്റത്തുള്ളൂ. കണ്ടോ 2.5 കോടി രൂപ മുടക്കി പഠിച്ചിട്ട് 48 മണിക്കൂർ കഴിയണം മിണ്ടണമെങ്കിൽ. പക്ഷെ പള്ളിക്കുടത്തിൽ പോകാത്ത ഉപദേശോട് പറ പ്രാർത്ഥിക്കാൻ. ഒറ്റ മിനിറ്റോട് പുള്ളി കാര്യം പറയും. നല്ല രാവേ പറഞ്ഞാട്ടെ. അയ്യോ പഠിച്ചതൊന്നും തെറ്റാന്ന് ഞാൻ പറഞ്ഞില്ല, ഇഷ്ടംപോലെ പഠിച്ചു. ദൂതിന്റെ ഗൗരവത്തിലേക്ക് ഓടിവാ. നമുക്ക് അത്യാവശ്യമുള്ള ഭാഗങ്ങളിലേക്ക് ഓടിയെത്തണം. സെക്രട്ടറി ഭയങ്കര പ്രവചനമാ. തൂക്കുകെട്ട എന്ന് പറഞ്ഞ ഉപദേശം വിട്ടൊരു പണിയില്ല. ഒരു മനുഷ്യൻ എന്നോട് ചോദിക്കുക, താനൊക്കെ പറയുന്ന കേട്ടാ എത്ര പേര് സ്വർഗത്തിൽ പോകൂടോ എന്ന്. ഞാൻ പറഞ്ഞു, നരകത്തിൽ പോകുന്നവരുടെ എണ്ണം കൂടുമ്പം കാല് വിറയ്ക്കുന്നയാളല്ല ദൈവം. മിണ്ടുന്നില്ലല്ലോ. പുള്ളി വിളിക്കുക, അതെന്നാ വർത്താനാ പറഞ്ഞു. ഞാൻ പറഞ്ഞു മലയാളം. അതെന്നാ അങ്ങനെ പറയാൻ കാര്യം? ഞാൻ പറഞ്ഞു ആരാകാരെന്ന് ഞാൻ പറയാം. 80 ലക്ഷം പേര് വെള്ളം കുടിച്ചപ്പോൾ 8 പേരെ കൊണ്ട് പെട്ടകം തുഴഞ്ഞവനാ നമ്മുടെ ദൈവം. അനുസരിക്കാത്തവൻ മുടിഞ്ഞാ ദൈവം അവിടെ അനങ്ങാതിരിക്കും. അനുസരിക്കുന്നവനെ കൊണ്ട് വള്ളം തുഴയുന്നവനാ എന്റെ ദൈവം. നല്ല രാമേ പറഞ്ഞു. ആ കൈ അടിച്ചോ രാമേ പറയാൻ. നിങ്ങൾ എവിടെയെങ്കിലും ബോർഡ് കണ്ടിട്ടുണ്ടോ 4-2-6 എഴുതി വെച്ചിരിക്കുന്നത്? സത്യത്തിന് അനുഗാമികളുടെ ആവശ്യമില്ല, അത് അതിൽ തന്നെ സത്യമായതുകൊണ്ട്. ഒരു 4-5 പേര് വിളിച്ച് ബാക്കി എല്ലാവർക്കും സന്തോഷമാണ്. എന്തിനാന്നറിയാം 4-5 പേരെന്ന് പറഞ്ഞ അത് ഞാൻ ആകരുതെന്ന് ഓർത്തെങ്കിലും അവരുടെ അല്ലേ പറയട്ടെ നോക്കാം. വായിച്ച കുറിവാക്യം കേട്ടപ്പോഴേ എന്റെ കച്ചവടം കഴിഞ്ഞു. കാര്യം എന്നറിയോ? ഒരു ദുരിതയുടെ യോഗത്തിന്റെ അവസാനത്തെ ദിവസം നമ്മുടെ ജോസഫ് പാസ് പറഞ്ഞിട്ടില്ലേ, ഒരിക്കലും സംഭവിക്കാത്ത വിടുതൽ ഇന്ന് രാത്രി സംഭവിക്കുമെന്ന് പറഞ്ഞ് ലോക രാജ്യങ്ങളിൽ കർത്താവിന് വേണ്ടി നിൽക്കുന്ന ദൈവദാസൻ എന്ന് പറഞ്ഞ് ചിരിച്ചോണ്ട് വന്നേച്ച് എന്റെ കുറിവാക്യം കേട്ടോ, എന്നാലേ കച്ചവടം കഴിഞ്ഞു. എന്റെ കൂട്ടാളിയായ പുരുഷനെ വെട്ടുക, ഇടയനെ വെട്ടുക, ആണും ചതറും. ആരായത്? ഈ കമാൻഡിങ് ചെയ്യുന്ന ഓണറാരാ? ആരെയാ വെട്ടാൻ പറഞ്ഞത്? ആരോട്? ഇനിയിപ്പോ ഇതറിയാതെ ഏതായാലും നിങ്ങൾ പോവുകയില്ല. സന്തോഷം, നല്ല കാര്യമല്ല. അപ്പച്ച നമ്മൾ വെട്ടാൻ പറയുന്നത് കൂട്ടാളികളെ അല്ലേ, എതിരാളികളെ അല്ലേ? എന്റെ ദൈവമേ, എനിക്കെതിരെ കൈപൊക്കിയവന്റെ ഓരം തളർന്നു പോണേ.
എന്റെ പൊന്നുപ്രിയരെ, അങ്ങനെയുള്ള ഓരോ തളർത്തൽ ശുശ്രൂഷയും ദൈവത്തിന്റെ കയ്യിലില്ല. സ്നേഹം കൊണ്ട് സാമ്രാജ്യം ഉണ്ടാക്കിയ ഒരു ദൈവം ഉണ്ടെങ്കിൽ അത് യേശുവാണ്. എത്ര പേര് ആമേൻ പറയുന്നുണ്ട്? വാളുകൊണ്ട് രാജ്യം പിടിച്ചവന്റെ ഒക്കെ പേരിന്നും നായ്ക്കൾക്കിടുമ്പോൾ വാളെടുക്കാതെ ഉണ്ടായ ഒറ്റ സാമ്രാജ്യമേ ഉള്ളൂ, അത് ദൈവരാജ്യമാണ്. ഇന്ത്യ മഹാരാജ്യത്തോട് പറയാ, എത്ര അടിച്ചാലും ദൈവമക്കൾ പ്രതികരിക്കില്ല. കാരണം ഞങ്ങളുടെ മുഖമുദ്ര സ്നേഹമാ. ഞാൻ ദൈവമക്കളോട് ദൂത് പറയാം, അവകാശങ്ങൾ നിഷേധിക്കപ്പെടും, യൂണിറ്ററി കുറച്ചൊന്ന് വരും. അവകാശങ്ങൾ നിഷേധിക്കപ്പെടും. ഒരൊറ്റ ദൈവ പൈതലിന്, എന്നെ കേൾക്കുന്നവർ മാത്രം രാമൻ പറഞ്ഞു, ഒരൊറ്റ ദൈവ പൈതലിന് റോഡ് ഉപരോധിക്കാനും ധർണ നടത്താനും വേദപുസ്തകം അനുവാദം തരുന്നില്ല. ഏതെങ്കിലും ഒരുത്തന് ധർണ നടത്തണമെങ്കിൽ മീശ വളർത്തി ഇറങ്ങിക്കോണം ഇന്ന് ചർച്ചിനകത്തുനിന്ന്. ദൈവമക്കൾക്ക് ഈ ലോകത്തിന്റെ ഭരണകൂടങ്ങളോട് ധർണയില്ല. കാരണം നമ്മൾ ഇവിടുത്തുകാരല്ല. എന്താണ് പറയാത്തെ? ഇവിടുത്തുകാരല്ല, നമ്മൾ ഇവിടുത്തുകാരല്ല. അബ്രഹാം കൂടാരങ്ങൾ പാർത്തുകൊണ്ട് ദൈവശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനമുള്ളതുമായിരുന്നറിയാമേ നഗരത്തിന് വേണ്ടി കാത്തിരുന്നു. തങ്ങളുടെ അന്യരും പരദേശികളും എന്നറിഞ്ഞ് എത്ര പേരാ ദൂത് കേട്ടു? വിശദീകരിക്കാൻ നേരത്തെ ഈ ക്ലോക്ക് ഒടുക്കത്തെ ഓട്ടോ ഓടുന്നത്, അതുകൊണ്ട് എനിക്കൊന്നും പറയാനും പറ്റുന്നത്. അബ്രഹാം കൂടാരത്തിൽ പാർത്തെന്ന് ഞാൻ ചോദിക്കുന്നു, അബ്രഹാമിന് വീട് വെക്കാൻ കാശില്ലാഞ്ഞിട്ടാണോ കൂടാരത്തിൽ പാർത്തത്? അബ്രഹാമിന് വീടുണ്ടാക്കാൻ കാശില്ലേ? ഒരാളിനോട് പറഞ്ഞേക്കണോ, അബ്രഹാമിന്റെ കാലത്ത് വീടില്ലായിരുന്നു, കൂടാരമേ ഇല്ലായിരുന്നു. ഞാൻ പറഞ്ഞു, ഞാൻ പോയി പണി നോക്ക്. യാക്കോബ് സുക്കോത്തി വീട് പണിത് എന്റെ പുസ്തകത്തിൽ ബാക്കിയുണ്ട്. ഞാൻ ആരോടായി പറയണേ? അബ്രഹാം വീടുണ്ടാക്കാൻ കാശ് ഇല്ലാഞ്ഞിട്ടാണോ? പുസ്തകം പഠിച്ച മനസ്സിലായ കാര്യം കേൾക്കണോ? അബ്രഹാമിന്റെ വീട്ടിൽ ഒരു നേരം 2000 പേർക്കാണ് ഭക്ഷണം ഉണ്ടാക്കുന്നത്. നിങ്ങളുടെ കൊച്ചിന്റെ കല്യാണത്തിന് ആകെ കൊടുത്തത് 800 പേർക്കാണ്. ഒരു ബിരിയാണി, ഒരു മെലിഞ്ഞ കോഴിയുടെ കാല്, അതിൻ്റെതല്ലാത്തൊരു എല്ലും അതിൻ്റെതല്ലാത്തൊരു മാംസവും. എന്നിട്ട് ഗുജറാത്തിൽ ഭൂകമ്പത്തിന് തകർന്ന ഒരു പപ്പടവും ഒരു ഒട്ടിയിരിക്കുന്ന നാരങ്ങാച്ചാറും. ഇത് കൊടുത്ത നിന്റെ കടം വീടിയത് 7 വർഷം കഴിഞ്ഞിട്ടല്ലേ? 800 പേർക്ക് ഒരു നേരം കൊടുത്ത് മുടിഞ്ഞവന്മാരുണ്ട്. എന്നാൽ അബ്രഹാമിന്റെ വീട്ടിൽ ഒരു ദിവസം 4000 പേര്, 2 ദിവസം 8000 പേര്, മിണ്ടുന്നില്ലല്ലോ. 3 ദിവസം 12000 പേര്, 4 ദിവസം 16000 പേര്, 5 ദിവസം 20000 പേര്, 10 ദിവസം 40000 പേര്, ഒരു മാസം 1,20,000 പേർക്ക് ഭക്ഷണം വെക്കുന്ന അബ്രഹാമിന് വീടുണ്ടാക്കാൻ കാശില്ലാഞ്ഞിട്ടല്ല, ദൈവം ഉണ്ടാക്കുന്ന നഗരത്തെ കുറിച്ചുള്ള അവന്റെ വെളിപ്പാട്. ഒമുത്തുമയമായി വിളങ്ങും പട്ടണമതാണ് പുത്തനെരുശലേപുരം, തത്ര ശോഭിതം വിധി സ്വച്ഛ സ്ഫടികതുല്യ തങ്ക നിർമ്മിതമാ. ആ പട്ടണമതിന്റെ ഭംഗി വർണ്ണ്യമല്ലഹോ. വിധി സ്വച്ഛ സ്ഫടികതുല്യം തങ്ക നിർമ്മിതമാ. ആ പട്ടണം അതിന്റെ ഭംഗി വർണ്ണ്യമല്ലഹോ. നിത്യതയെ കുറിച്ച് ഇന്ന് രാത്രി വെളിപ്പാട് കാണുന്നവർ മാത്രം ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. സ്വർഗമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. യേശു മടങ്ങി വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരു നിത്യത ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. യേശു രാജാവായി അവിടെ വാഴുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരു വാക്യം വായിച്ചു തരാമോ? ആമേൻ. അപ്പോസ്തലപ്രവൃത്തി ഒറ്റ വാക്യമേ വായിപ്പിക്കുന്നു. സോറി. ആമേൻ. 2-ാം അധ്യായത്തിന്റെ 22-ാമത്തെ വാക്യം. ഇനി ഒരു വാക്യം കൂടെ ചിലപ്പം വായിക്കേണ്ടി വരുമായിരിക്കും. ഒന്ന് ആരെങ്കിലും വായിച്ചാൽ മതി പ്ലീസ്, പ്ലീസ്. അപ്പോസ്തലപ്രവൃത്തി 2:22. ഇസ്രായേൽ പുരുഷന്മാർ. ദേവദാസനെ മൈക്കിൽ കൂടെ വായിച്ചോട്ടെ, മൈക്കിൽ കൂടെ വായിക്കട്ടെ. ഐ ആം സോറി. താങ്ക് യു. ഇസ്രായേൽ പുരുഷന്മാരെ, ഇസ്രായേൽ പുരുഷന്മാരെ, ഈ വചനം കേട്ടുകൊള്ളുവീൻ. ഈ വചനം കേട്ടു. നിങ്ങൾ കേൾക്കുന്നുണ്ടോ? ചെങ്കിൽ അത് ഇസ്രായേൽ പുരുഷന്മാരാണ്, ഞങ്ങൾ കേൾക്കുന്നില്ലെന്നാണ്. ഇസ്രായേൽ പുരുഷന്മാരെ, ഈ വചനം കേൾക്കുക. ബാക്കി നിങ്ങൾ തന്നെ അറിയും പോലെ
ദൈവം അവനെ കൊണ്ട് നിങ്ങളുടെ നടുവിൽ ചെയ്യിച്ച ശക്തികളും. ദൈവം അവനെ കൊണ്ട്, ആരെ കൊണ്ട്? കേൾക്കുന്നുണ്ടോ എല്ലാവരും? യേശുവിനെ കൊണ്ട്. ദൈവമേ, നിങ്ങൾ എടുത്തിരിക്കുന്ന അപ്പോസ്തല പ്രവൃത്തി തന്നെയാണോ അതോ എന്നെ കളിപ്പിക്കാൻ ഹോശയെ എടുത്ത് വെച്ചിട്ട് വെറുതെ ഇരിക്കുവാണോ? നിങ്ങളുടെ മുഖത്തൊരു വികാരം കാണുന്നില്ല. അതുകൊണ്ട് പേപ്പറിന്റെ കനം കാണുമ്പോ എനിക്കറിയാതെ അപ്പോസ്തല പ്രവൃത്തി അല്ലെന്ന്. രക്തത്താൽ ജയം, ഇതിന് ന്യായവിധിയുണ്ട്. വായിച്ചോ വായിച്ചോ. അവനെ കൊണ്ട് നിങ്ങളുടെ നടുവിൽ ചെയ്യിച്ച, ദൈവം അവനെ കൊണ്ട് നിങ്ങളുടെ നടുവിൽ ചെയ്യിച്ച ശക്തികളും അത്ഭുതങ്ങളും അടയാളങ്ങളും കൊണ്ട്, അത്ഭുതങ്ങളും അടയാളങ്ങളും കൊണ്ട് ദൈവം നിങ്ങൾക്ക് കാണിച്ചു തന്ന പുരുഷനായി. കേട്ടോ 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 കേട്ടോ, ദൈവം നിങ്ങൾക്ക് കാണിച്ചു തന്ന പുരുഷൻ. ഹല്ലേലൂയ പറഞ്ഞിട്ട് വേദപുസ്തകത്തിൽ പിതാവായ ദൈവം മാനവ കുലത്തിന് കാണിച്ചു തന്ന ഒന്നര പുരുഷന്മാരിന്റെ ഒരൊറ്റ പുരുഷനേ ഉള്ളൂ. അത് നമ്മുടെ യേശുവാ. കരമുയർത്തി പറഞ്ഞാട്ടെ, സംശയമില്ല. എന്റെ കൂട്ടാളിയായ പുരുഷനെ വേദപുസ്തകത്തെ കിഴവി കഥ കൊണ്ടല്ല, പുസ്തകത്തെ പുസ്തകം കൊണ്ട് വ്യാഖ്യാനിക്കാം. ആരായി പുരുഷൻ? എന്നോട് കൂടെ നിൽക്കണം. നിസ്സംശയം നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ്. അംഗീകരിക്കുന്നവരാ കൈ ഉയർത്തി രാമേ പറഞ്ഞു. പിതാവായ ദൈവം നിർത്തിയ ഒരൊറ്റ പുരുഷനെ പുസ്തകത്തിൽ ഇടം പിടിച്ചിട്ടുള്ളൂ. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവാണ്. അങ്ങനെയെങ്കിൽ ആരെയാ വെട്ടാൻ പറഞ്ഞത്? കൂടെ ഇല്ല സഹായിക്കാം. ജോയിൻ മീ പ്ലീസ്. ആരെയാ വെട്ടാൻ പറഞ്ഞത്? ശത്രുവിനെ അല്ല, എതിരാളിയെ അല്ല, അതിരുമാന്തുന്ന അയൽവക്കക്കാരനെ അല്ല, വെട്ടുത്രാസുള്ള കള്ളനെ അല്ല, എന്റെ കൂട്ടാളിയെ വെട്ടുക എന്ന് പറഞ്ഞ് പിതാവായ ദൈവം ചങ്കുപൊട്ടി പറയുകയോ, വാണ് എന്റെ മകനെ വെട്ടിക്കോ. എന്തിന്? ഇതെന്തൊരു പിതൃത്വം, ഇതെന്തൊരു ഉപദേശം. രണ്ടു വാക്യങ്ങൾ വായിപ്പിക്കത്തില്ല, നേരെയില്ല. ഭൗതിക മണ്ഡലം ഉണർന്നവർ എന്നെ കേട്ടോണം. കൈവത്തെ രാമൻ പറഞ്ഞു. ഞാൻ ഈ പറഞ്ഞ പോലെ മനസ്സിലാകുന്ന രാമൻ പറഞ്ഞു. ഒന്ന്, ലൂക്കോസിൽ നിന്റെ പ്രാണനിൽ കൂടെ ഒരു വാൾ. അച്ഛൻ മൈക്ക് കൂടെ പറഞ്ഞ കേൾക്കട്ടെ. പ്രാണനിൽ കൂടെ മൈക്ക് വെച്ച് പറ. വാൾ കടക്കും. അതൊരു സുഖമില്ല. പിച്ചാത്തിയുടെ വലിപ്പം ഒരു മരുന്നില്ല. എല്ലാവരും ഒന്ന് ചേർത്ത് പറഞ്ഞു. പ്രാണനിൽ കൂടെ, പ്രാണനിലൂടെ ഒരു വാൾ. ഇനി ദാനിയേൽ പ്രവചനം 62 ആഴ്ചവട്ടം കഴിഞ്ഞ് അഭിഷിക്തൻ കുത്തപ്പെടുവെന്നല്ല, പിന്നെ വെട്ടപ്പെടുമെന്ന മൂലഭാഷ. എത്ര പേര് ആമേൻ പറയുന്നുണ്ട്? അങ്ങനെയാണെങ്കിൽ ഈ പുസ്തകം ഒരു വാളിനെ കുറിച്ച് പറയുന്നു. പക്ഷെ ഈ സബ്ജക്ട് കോൺട്രാഡിക്ടറി ആണ്. എന്നോട് കൂടെ നിൽക്കണേ. ഇത് ചെല്ലേണ്ടടുത്ത് ചെല്ലും. നിങ്ങൾ എന്നെ ശ്രദ്ധിച്ചൊന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. പുസ്തകം വാളിനെ കുറിച്ച് പറയുന്നു. 18 മണിക്കൂറത്തെ കാൽവറിയിലെ യാതന ഒരു പ്രസംഗ രൂപേണ കുഴമ്പ് പോലെ എന്റെ അകത്തുണ്ട്. 18 hours ലോകം കണ്ടിട്ടില്ലാത്ത കഠോരമായ വേദനയുടെ അടിക്കയങ്ങളിലൂടെ മാനവ മാംസത്തിന് താങ്ങാനും അംഗീകരിക്കാനും കഴിയാത്ത വേദനയുടെ, എന്നെ ശ്രദ്ധിക്കുന്നു, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ആഴക്കയങ്ങളിലൂടെ യേശു പോയ ക്രൂശ്. ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ എന്നോട് വൈരാഗ്യപ്പെടരുത്. ഞാനൊരു ഹൈന്ദവ കുടുംബത്തിന്റെ വിശ്വാസത്തിൽ വന്നയാളാ. യേശുവിന്റെ ക്രൂശ് ഒരിക്കലെങ്കിലും പഠിച്ചാൽ 1 കിലോ പാവയ്ക്ക വെച്ച് തിന്നാൽ ദുഃഖവെള്ളി ആകുകയില്ല. ഫ്ലൈവുഡിന്റെ തടി കൊണ്ട് ഒരു ക്രൂശ് ഉണ്ടാക്കി വെച്ച് ഞാൻ എടുത്തുകൊണ്ട് നടന്നാൽ അത് യേശുവിന്റെ ക്രൂശ് ആകുകയില്ല. എന്നോട് കൂടെയുള്ളവർ രാമൻ പറഞ്ഞാട്ടെ. ആമ യേശുവിന്റെ
ഞാൻ ഇന്ന് രാത്രി യേശുവിന്റെ ക്രൂശ് ഉയർത്തുകയാണ്. എന്തായത്? രോമകൂപങ്ങളിലൂടെ രക്തത്തുള്ളി പോലെ വിയർപ്പ് പുറത്തേക്ക് ചാടിയ കഠോരമായ ഗദസമന യേശുവിന്റെ നെഞ്ചിന്റെ അകത്തുനിന്ന് ഭിത്തി പൊട്ടി രക്തം പുറത്തേക്ക് ചാടുകയാ. വൈദ്യശാസ്ത്രത്തിന്റെ റിപ്പോർട്ട് പലതുണ്ട് കയ്യിൽ, പറയാൻ എനിക്ക് നേരമില്ല. അമ്മ പെറ്റ ഒറ്റ മാംസ കഷണം പോലും ഉലകത്തിൽ ഇന്നു വരെ അനുഭവിക്കാത്ത ഒരു വേദനയിലൂടെ ഒരാൾ പോകുകയാ. ഇന്ന് രാത്രി ചെക്കിലാത്തു ദേശമേ, ആമേ, ക്രിസ്തീയത ഒരു മതമല്ല, ഇതൊരു മാർഗമാണ്. കരമടിച്ചൊരാമേ പറഞ്ഞാട്ടെ. ആമേ, ക്രൂശ് ഒരു മതമല്ല, ക്രൂശ് ഒരു മാർഗമാണ്. യേശുവിന്റെ തീമറക്കുന്ന കണ്ണുകൊണ്ട് ആമേ ഒരൊറ്റ നോട്ടം നോക്കിയാൽ ലോകത്തിന്റെ 5 ഭൂഖണ്ഡം കഴിയും. എന്നിട്ട് റോമാക്കാരുടെ ചാട്ടയ്ക്ക് യേശു നിന്നു കൊടുത്തത് നിന്നെ രക്ഷിക്കാൻ വേണ്ടിയാണെന്ന്. ക്രിസ്തീയത കർമാവകാശമല്ലടോ. നിലവിളക്കിന്റെ മുകളിൽ കുരിശ് വെച്ചൊരു വീട്ടിൽ ഒരു കൊച്ചു ജനിച്ചു വീണ അവൻ ക്രിസ്ത്യാനി ആകില്ല. ക്രിസ്ത്യാനി അവൻ കർമാവകാശമല്ല, അത് ജന്മാവകാശമാണ്. കെടുന്ന ബീജത്താലല്ല, കെടാത്തതിനാൽ ദൈവവചനത്താൽ, ജീവനുള്ള വചനത്താൽ നീ വീട്ടിൽ ജനിക്കണമെന്ന്. ഡോക്ടറുടെ മകൻ അപ്പന്റെ സ്റ്റെതസ്കോപ്പ് എടുത്ത് ഒരൊറ്റ രോഗിയെ ചികിത്സിച്ചാൽ അവൻ ജയിലിൽ പോകും. യാക്കോബക്കാരന്റെ വീട്ടിൽ ജനിക്കുന്നവൻ യാക്കോബക്കാരൻ, കത്തോലിക്കന്റെ വീട്ടിൽ ജനിക്കുന്നവൻ കത്തോലിക്കൻ. പെന്തിക്കോസ്തുകാരന്റെ മകൻ ഇല്ല. അങ്ങനെ ഒരു സിസ്റ്റം ഇല്ല. വീണ്ടും ജനിക്കണം. Born again. കരമുയർത്തി രാമൻ പറഞ്ഞ എനിക്കിനി കുറച്ച് കാര്യമേ പറയാനുള്ളൂ. പക്ഷേ നിങ്ങൾ 1000 ചെവി കൊണ്ട് എന്നെ കേൾക്കണം. സന്തോഷമാണെങ്കിൽ രാമൻ പറഞ്ഞ. ഞാൻ എൻ്റെ കുടുംബകാര്യം ഒന്നും ഇതുവരെ പറഞ്ഞിട്ടില്ല. യേശുവിനെ കുറിച്ച് മാത്രമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നോട് കൂടെ വാ, പ്രാർത്ഥിച്ചോണ്ട് വാ. നാളെ എനിക്ക് യോഗമുണ്ട്. ചങ്കിലാത്ത് പറിച്ചിടാനുള്ളതല്ല എൻ്റെ തൊണ്ട, നശിപ്പിക്കരുത്. എൻ്റെ കൂടെ വാ. നല്ലൊരു ആമേൻ പറഞ്ഞാട്ടെ. ഗദസമനയിൽ വെച്ച് യേശു തീരുമെന്ന് പിശാച് ചിന്തിച്ചു. പക്ഷെ യേശു അവിടെ നിന്ന് എഴുന്നേറ്റു. ആരോട് പരിശുദ്ധാത്മ പ്രവചിക്കുക, ഏതോ രോഗം വരുത്തി വാഗ്ദത്തമുള്ളവനെ തകർക്കാമെന്ന് പിശാച് വെച്ച വ്യാമോഹ ചങ്ങല ഇന്ന് രാത്രി സ്വർഗം പൊളിക്കുകയാ. കരമടിച്ചൊരാമേൻ പറഞ്ഞാട്ടെ. വാഗ്ദത്തമുള്ളവനെ തൊടാൻ, ആലോചനയുള്ളവനെ തൊടാൻ ലോകത്തിന് ഉറച്ച വ്യാപാര ശക്തിക്ക് അറിയില്ല. ഈ ശബ്ദത്തിന്റെ സഞ്ചാരപാതയിൽ എന്നെ കേൾക്കുന്ന ആരുടെയൊക്കെയോ മേല് ഒരു ഭയങ്കര ഹീലിംഗ് ഇന്ന് രാത്രി നടക്കുകയാ. ഡോക്ടർ നിന്റെ മരണ ദിവസം പറഞ്ഞെങ്കിൽ ഇന്ന് രാത്രി യേശുവിന്റെ രക്തം അത് മായ്ക്കുകയാ. Now be healed right now in Jesus' name. യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി സൗഖ്യമാകുന്നു. എനിക്കറിയില്ല, രക്തം പൊടിയാത്ത ഓപ്പറേഷൻ, ഡോക്ടറും നഴ്സസും ഇല്ലാത്ത ഓപ്പറേഷൻ, ചില റീപ്ലാന്റ് ചെയ്യുന്ന ഓപ്പറേഷൻ ഇന്ന് രാത്രി ദൈവം ചെയ്യുന്നു. വായി തുറന്ന് കർത്താവിനെ ആരാധിക്കുക. ICU യൂണിറ്റിനകത്ത് കിടന്ന് നിലവിളിക്കുന്നതിനേക്കാൾ നല്ലതാ യോഗത്തിന് ആത്മാവിൽ ആരാധിക്കുന്നത്. യഹോവ റഫ ഇന്ന് രാത്രി ഇവിടെ ഹീലറായി അവൻ ഇറങ്ങി വന്നിട്ടുണ്ട്. സ്വീകരിക്കുക നിന്റെ സൗഖ്യം. ഗൗരവത്തിലേക്ക് വരാം. ദൂതിന്റെ ഗൗരവത്തിലേക്ക് ഞാൻ ഓടി വരാം.
ആമേൻ. നിങ്ങൾ ശ്രദ്ധിക്ക്, ഗെത്സമനെ തോട്ടത്തിൽ കിടന്ന് രക്തം വാർന്ന് മുച്ചോടും മുടിഞ്ഞ് ഉമ്മം കുരുത്തില്ലാതെയാകുമെന്ന് ആമേൻ തകിടിലോ താളിയോലിലോ പിശാച് എഴുതി വെച്ചത് ഒരൊറ്റ സെക്കൻഡ് കൊണ്ട് സ്വർഗം വായിച്ചത്. നിന്നെ കുറിച്ച് ഏതോ മന്ത്രവാദി എഴുതിയത് ഇന്ന് രാത്രി മാഞ്ഞു പോകുകയാ. നിന്നെ കുറിച്ച് നിന്നെ കുറിച്ച് ഏതോ മന്ത്രവാദി എഴുതിയത് ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ കൈയടിക്കാൻ ആക്കമുണ്ടെങ്കിൽ കൈയടിച്ച് യേശുവേ എന്ന് വിളിക്കാൻ. ശ്രദ്ധിച്ച്, എനിക്ക് ആരാധിക്കാൻ ഇഷ്ടമുണ്ട്. ഐ ആം റിയലി സോറി. ഞാൻ എന്താണോ പറയേണ്ടത് അതെനിക്ക് പറഞ്ഞേ പറ്റൂ. ദാറ്റ്സ് മൈ റെസ്പോൺസിബിലിറ്റി. ചേർന്നൊരു നല്ല ആമേൻ പറഞ്ഞാട്ടെ. നടന്നത് മതക്കോടതിയിൽ. ഞാൻ പഠിച്ച ഹൂദായ പുസ്തകങ്ങളിൽ എനിക്ക് കിട്ടിയ വിവരം 12 മണിക്കൂർ 12 hours ഉലകത്തിന്റെ ഉടമസ്ഥനെ, ലോകത്തെ മുഴുവൻ ന്യായം വിധിക്കുന്ന ജഡ്ജിയെ ഇവിടുത്തെ കുറെ ഉണക്കകൾ കൂടി ന്യായം വിധിച്ചു. ഇതിൽ കൂടുതലൊക്കെ എങ്ങനെ പറയാനപ്പാ? 6 മതകോടതിയിൽ വിസ്താരം 7 തവണ ആർത്തിയോടെ നടന്നിട്ട് പാപമറിയാത്ത പരമ പരിശുദ്ധനെ വിധിക്ക് വിധേയനാക്കി ഗാൽഗുത്തായിലേക്ക് കൊണ്ടുപോകാൻ തുടങ്ങുന്നതിന് തൊട്ടു മുമ്പ് പീലാത്തോസിന്റെ കൽത്തളത്തിൽ ഭൂനിരപ്പിൽ 4 പടി താഴോട്ടിറങ്ങുന്ന കൽത്തളത്തിൽ യേശുവിനെ ആപാത ചൂടമടിച്ചു. എങ്ങനെയാ നമ്മൾ പാടിയത്? യേശുവിനെ തോളിനെ കണ്ടെന്നല്ലേ? മഹിമയിൽ താൻ കിരീടം ചൂടി മുഖം ഞാൻ ദർശിക്കും. അന്നു ജീവന്റെ നദി പക്ഷെ ഇപ്പൊ അവനെ കണ്ടോ? അറവശാലയിലെ കുറവ് പോലെ നാസിക ചതഞ്ഞും മുരുത്തൽ ഉണങ്ങിയും. പീലാത്തോസിന്റെ പ്രൊട്ടേറിയ ഹിസ്റ്ററി ആദ്യം ഉണ്ടാക്കുന്നതാ. നെഞ്ചും വയറും കൂടുന്ന ഭാഗം ഒരു കൽക്കുറ്റിയിൽ കമഴ്ത്തി കിടത്തി വള്ളി വളഞ്ഞു കയറുന്ന വടിയുടെ അറ്റത്തായുധം ഘടിപ്പിച്ച് ഒരുത്തൻ എണ്ണുമ്പോൾ 2 പേർ ഇടം വല നിന്ന് ആപാത ചൂടമാഞ്ഞടിക്കും. ഇഞ്ചക്കല്ലിൽ ഇടിച്ചു പിടിയുന്നത് പോലെയോ വസ്ത്രം കല്ലിൽ തന്തി അലക്കുന്നത് പോലെയോ എന്റെ അരുമനാഥനെ ആപാത ചൂടം ചതച്ചു. സ്വരൂപം വിരൂപമായി നാസിക ചതഞ്ഞെന്ന് കൽക്കുറ്റിയിൽ നിന്ന് മലർത്തിയിടുമ്പോൾ മനുഷ്യക്കോലമാണോ എന്ന് പോലും തിരിച്ചറിയാത്ത രീതി. യേശുവിന്റെ പൾസ് നോക്കുമ്പോൾ അവന്റെ പൾസ് ആഞ്ഞടിക്കുകയാ. യേശുവിന്റെ പൾസ് പീലാത്തോസിന്റെ ചാട്ടയോട് പറഞ്ഞൊരു ദൂതുണ്ട്. വേട്ടയാടലുകൾക്കപ്പുറം കാൽവറി എത്താതെ നിനക്ക് എന്നെ തൊടാൻ പറ്റുകയില്ല. മനസ്സിലായവർ മാത്രം. എണ്ണ തുപ്പുന്ന പൈൻമര കുരിശുമായി 11 ആരും കണ്ണടച്ചിരിക്കല്ലേ ദയവായിട്ട് പ്ലീസ്. പൈൻമര കുരിശുമായിട്ട് യേശു 11 ഇടങ്ങളിൽ വീണെന്ന് ഹൂദായ പുസ്തകം
80 കുതിരയുടെ ചാട്ടവാർ 8ആയിട്ട് പിന്നി ഈയക്കട്ടിയും മുള്ളിന്റെ കഷ്ണവും എല്ലിന്റെ കൊളുത്തും ചൂണ്ടയും ആമെ പശജന്യമായ ചാട്ട വെള്ളത്തിൽ മുക്കി അലറിക്കൊണ്ട് കാരിരുമ്പിന്റെ ഉരുക്കുമുട്ടുള്ള ആ കുടുക്കാപാലികന്മാർ അലറിയാഞ്ഞടിച്ചപ്പോൾ നനഞ്ഞ തുണി ദേഹത്ത് ചുറ്റുന്നത് പോലെ ചാട്ട ദേഹത്ത് ചുറ്റിയിട്ട് അലറിക്കൊണ്ട് അവൻ ചാട്ട തിരിച്ചു വലിക്കുമ്പോൾ 23.5 ഡിഗ്രി അച്ചുതണ്ടിൽ നിർത്തി ഭൂമിയെ കറക്കുന്ന എന്റെ ദൈവം യെരൂശലേമിന്റെ തെരുവിൽ കിടന്നൊരു കറക്കമാണ് നിനക്ക് വേണ്ടി. ചുമ്മാ മിടുക്കം കളിച്ച് പ്രാർത്ഥനയ്ക്കകത്തിരുന്ന് അവസാനം നരകത്തിൽ പോയി പെടരുത്. ക്രൂശ് നിനക്ക് വേണ്ടി. നീളനാണി അവന്റെ കരങ്ങളിലേക്ക് അടിച്ചു കയറ്റിയെന്ന് 206 അസ്ഥികൾക്ക് ബന്ധം വിട്ടെന്ന് തലയിലടിച്ച മുള്ളു ജോസിഫസ് എഴുതിയത് ഒരു കണ്ണിനെയും തള്ളിക്കൊണ്ട് പുറത്തേക്ക് ചാടിയെന്ന് അറവുശാലയിൽ രക്തം ഒഴുകി ഉണങ്ങിയ കുറക് പോലെ യേശു ക്രൂശിൽ കിടക്കുമ്പോൾ എന്റെ യോഗം തീരുമ്പോ ഒന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാമോ? ക്രൂശിലെ ആയുധങ്ങളുടെ ലിസ്റ്റ് ഞാൻ എടുത്തു ജോസഫ് പാസ്റ്ററെ. 1 കൽത്തളത്തിലെ കുറുവടി. നിങ്ങൾ കേട്ടില്ല? 1 കൽത്തളത്തിലെ കുറുവടി. വഴിമധ്യയിൽ ആഞ്ഞടിച്ച ചാട്ട. ക്രൂശിൽ വെച്ചും കയ്യിൽ അടിച്ചു കയറ്റിയ ആണിയും ചുറ്റികയും. ഒരാൾ പോലും ക്രൂശിൽ വെച്ച് ആണി അടിച്ചു കയറ്റിയ ചുറ്റികയും നീളമുള്ള ആണിയും കണ്ണിന് പുറത്തേക്ക് തള്ളിയിറങ്ങിയ ആമെ മുൾക്കിരീടവും അതിന്റെ മുള്ളും വിലാവ് കുത്തി തുരമ്മ റോമൻ കുന്തം. ഒന്നുകൂടെ പറയുക, ആയുധങ്ങൾ പീലാത്തോസിന്റെ അരമനയിലെ കുറുവടിയും വഴിമധ്യയിലെ ചാട്ടയും ക്രൂശിലെ മുൾക്കിരീടവും ക്രൂശിലെ ആമെ ആണിയും ചുറ്റികയും ക്രൂശിലെ കുന്തവും. പാസ്റ്റർ, എന്റെ ദൂതന്റെ പ്രശ്നം പറയാം, ഇവിടെ എങ്ങും വാളില്ല. ഇരുട്ടത്തിരുന്ന് നിലക്കടല തപ്പുന്നവനെ പോലെ ക്രൂശീകരണ ചരിത്രം മുഴുവൻ ഞാൻ 1000 ആവർത്തി വായിച്ചു. വാളെവിടെ? വാളില്ല. ഇടയനെ വെട്ടാൻ വാള് ക്രൂശിൽ വന്നിട്ടില്ല. ക്രൂശിൽ വന്നത് ചുറ്റികയാ. ഓ, നിങ്ങൾ മിണ്ടുന്നില്ല. കമോൺ, ക്രൂശിൽ വന്ന ചുറ്റികയാ, ആണി, ചാട്ട, അതിന്റെ വേട്ട, നീളൻ വടി. എവിടെ? അപ്പൊ ദാനിയേൽ പ്രവചനം തെറ്റാണ്. അപ്പൊ ലൂക്കോസ് 10 പറഞ്ഞ വാള് തെറ്റാണോ? അല്ല. വാൾ എവിടെ എന്നറിയാൻ യോദിനം ഒന്ന് പ്രാർത്ഥിച്ചോണ്ടിരുന്നേ. എനിക്ക് അങ്ങോട്ട് സുഖം വരുന്നില്ല. വാൾ എവിടെ എന്നറിയാൻ ഞാൻ ഈ പുസ്തകത്തിലൂടെ നടത്തിയ ഓട്ടപ്രദക്ഷിണം. ഞാൻ വാള് കണ്ടത് എവിടെയാണെന്നറിയാമോ? ദേവദാസന്മാരെ, വാള് കണ്ടുപിടിക്കണ്ടേ? മുത്തൂറ്റ ചെറുക്കനെ കുത്തിക്കൊന്നെങ്കിൽ കത്തി വേണ്ടേ? വാള് കണ്ടുപിടിക്കാൻ ഞാൻ ഓടി ഓടി ചെന്നപ്പോൾ ഞാൻ വാള് കണ്ടത് ക്രൂശിന്റെ അടിയിലല്ല, വാള് കണ്ടത് ഏദൻ തോട്ടത്തിലാ. വാള് ഞാൻ കണ്ടത് ഒരു ആമേ പറയാവോ? കയ്യിലില്ലെങ്കിൽ വാടക്കെങ്കിലും ഒന്ന് എടുത്ത് പറ. ഞാൻ കണ്ടത് ഏദൻ തോട്ടത്തിലാ. എവിടെ? ദൈവം മണ്ണുകൊണ്ട് മനുഷ്യനെ ഉണ്ടാക്കി തോട്ടത്തിനകത്താക്കി വെച്ചു. തോട്ടത്തിന്റെ നടുക്ക് നിൽക്കുന്ന ആമേ നന്മ തിന്മകളെ കുറിച്ചുള്ള തിരിച്ചറിവിന്റെ വൃക്ഷഫലം തിന്നരുത് എന്ന് ദൈവം പറഞ്ഞു. തിന്നാതിരിക്കാൻ. നന്മ തിന്മകളെ കുറിച്ചുള്ള വൃക്ഷത്തിന്റെ ഫലം തിന്നാൻ പറ. ജീവവൃക്ഷത്തിന്റെ ഫലം. ദൈവം 2 കാര്യം ആഗ്രഹിച്ചു. നന്മ തിന്മകളെ കുറിച്ചുള്ള തിരിച്ചറിവിന്റെ വൃക്ഷഫലം നീ തിന്നരുത്. 2, ജീവവൃക്ഷത്തിന്റെ ഫലം നീ തിന്നണം. പക്ഷെ മനുഷ്യൻ ചെയ്ത് കേൾക്കണോ? തിന്നണമെന്ന് ആഗ്രഹിച്ചത് തിന്നാതെ, തിന്നരുതെന്ന് ആഗ്രഹിച്ച മരണത്തിന്റെ കനി, അവൻ ശാപത്തിന്റെ കനി അവൻ പോയി തിന്നു. സ്വർഗത്തിന്റെ പ്രൊട്ടക്ഷൻ എഴുന്നേറ്റു. സ്വർഗം പറഞ്ഞു, ഈ നന്മ തിന്മകളെ കുറിച്ചുള്ള വൃക്ഷഫലം തിന്നവൻ ഇനി ജീവവൃക്ഷത്തിന്റെ ഫലം തിന്നുപോയാൽ മരണമില്ലാതെ എന്നേക്കും ഇവന് ഈ വേദന അനുഭവിക്കണം. എന്നെ കേൾക്കുന്നവർ മാത്രം. അന്ന് ദൈവം ചെയ്ത് കേൾക്കണോ? ജീവവൃക്ഷത്തിന്റെ വഴിയിലേക്ക്
സ്വർഗം നേരിട്ടൊരു ദൂതനെ നിർത്തിച്ച് വാള് കൊടുത്തു. എന്റെ വാള് കിട്ടി. പുസ്തകം 5 പൈസക്ക് അറിയാവുന്ന ഒരു സ്വോത്രം പറഞ്ഞു. ജീവവൃക്ഷത്തിന്റെ ഡോറിന്റെ അവിടെ ഒരു ദൂതനെ നിർത്തിവെച്ച് പറഞ്ഞു, ആമ ഇതിലെ ഇനി വന്ന വെട്ടിക്കോണ. ആദാം കേറിയില്ല, നിങ്ങൾ മിണ്ടിയില്ല. ഹൗവ കേറിയില്ല, ആമ ഹാബേൽ കേറിയില്ല, കയീൻ കേറിയില്ല, ഹാനോക്ക് കേറിയില്ല, ആരും മിണ്ടുന്നില്ല. മോശ കേറിയില്ല, ഏലിയാവ് കേറിയില്ല, അഹരോൻ കേറിയില്ല, പഴയ നിയമത്തിലെ ഒരുത്തൻ കേറിയില്ല. പിന്നെ ആ വഴിയിലേക്ക് ആകെ ചെന്നത് എന്റെ യേശുവാ. എന്തിനാണെന്നറിയാമോ? നിനക്ക് തടഞ്ഞു വെച്ച ജീവവൃക്ഷത്തിന്റെ ഫലം നിനക്ക് വേണ്ടി പറിച്ചു നൽകാൻ നീ തിന്ന മരണം യേശു ഏറ്റെടുത്തിട്ട് ജീവന്റെ ഫലം നിനക്ക് തരാൻ. എന്റെ കൂടെ 5 മിനിറ്റ് നിന്നാ കുഴപ്പമുണ്ടോ? ഇങ്ങോട്ട് തിരിഞ്ഞു. വെട്ടാൻ നിൽക്കുന്ന പോലെ നിൽക്കണം, അല്ലാതെ തട്ടാൻ നിൽക്കുന്ന പോലെ നിൽക്കണം. മോനെ, നീ നിൽക്കുന്നതിന് നേരെ ബാക്കിൽ ജീവവൃക്ഷത്തിന്റെ ഫലമുണ്ട്. നിങ്ങൾ എന്നെ കേൾക്കുന്നുണ്ടോ? ഞാൻ ഇപ്പൊ നിർത്തിയേക്കാം, തീരുമ്പോ നിർത്തും. കണ്ടോളൂ. ഇപ്പൊ ഈ തിരക്ക് പിടിച്ചുകൊണ്ടിരിക്കുന്ന പുള്ളികൾ എന്തിനാ തിരക്ക് പിടിച്ചിരിക്കുന്നറിയോ? വീട്ടിൽ ചെന്നിട്ട് ഒരു പണിയില്ല, മിനിഞ്ഞാന്നത്തെ ചപ്പാത്തി വലിച്ച് കീറാനാ. 2 മിനിറ്റോടെ എന്നെ കേൾക്കും. നാളെ യോഗ ഇല്ലല്ലോ, നാളെ നമ്മളുണ്ടോന്നും അറിയത്തില്ലല്ലോ. നിൽക്കുന്നു. മോനെ, നീ ഒരു ദൂതനാണ്. നിന്നെ ഇവിടെ നിർത്തിയത് നിന്റെ ഭീഷണിയിലോട്ടിരിക്കുന്നു. നിന്നെ ഇവിടെ നിർത്തിയത് ആരാന്നറിയോ? നിന്നെ അപ്പോയിന്റ് ചെയ്തത് പിതാവായ ദൈവമാണ്. സഹായിക്കാം. ഇത് ചങ്കിനകത്തല്ല, ഇത് ചങ്കിനകത്താണ് എനിക്ക് തോന്നുന്നത്. ആരാ നിനക്ക് ഡ്യൂട്ടി തന്നത്? പിതാവ്. പിതാവ് എന്ന് പറ. വാളാരാ തന്നത്? പിതാവ്. പിതാവ് തന്ന ഓർഡർ എന്നറിയോ? ആര് വന്നാലും പറ്റിക്കോളും. ഒന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ആര് വന്നാലും പറ്റിക്കോളും. ഈ ഫലത്തിന്റെ ചോട്ടോട്ട് ഇനി ഒരാളും വരരുത്. കാര്യം ഏതെങ്കിലും ഒരു മനുഷ്യൻ ആ ഫലത്തെ തൊട്ടുപോയെങ്കിൽ നാശമാണ്. വെട്ടിക്കോണം. 4000 വർഷം ഗൗരവപ്പെട്ടിരിക്കുക. 4000 വർഷം ആ വഴിയിലോട്ട് ആരും ചെന്നില്ല. മറിയയുടെ ഉദരം കടമെടുത്ത് യേശു ലോകത്തിൽ വന്ന എന്തിനാന്നറിയോ? മുഴ മാറ്റാൻ അല്ലടോ, ഈ പഴം പറിക്കാൻ വന്നതാ. പുസ്തകം പഠിച്ചാൽ മതി, പുസ്തകം പഠിച്ചാൽ മതി. നിന്നെ ആരാണ്ട് തെറ്റിദ്ധരിപ്പിച്ചതാ. യേശു വീഡിയോ പിടിക്കാൻ വന്നതാ, പഴം പറിക്കാൻ വന്നതാ. ഏത് പഴം? ആദാമ്യ സന്തതിക്ക് വിലക്കിയ ജീവന്റെ ഫലം, നിത്യജീവന്റെ പഴം. സ്വർഗത്തിൽ ചോദിച്ചു, കേട്ടു. ഈ ചോദ്യത്തിന് അർത്ഥം എന്താണെന്നറിയോ? ഈ ചെല്ലുന്ന സ്ഥലം അമേരിക്ക പോലെ, കാനഡ പോലെ, അയർലൻഡ് പോലെ നോ, വെട്ട് കിട്ടുന്നിടത്തോട്ടാ പോകുന്നത്. യേശു എഴുന്നേറ്റ് പറഞ്ഞു, ഞാൻ പോകാം. യേശു പറഞ്ഞതിന്റെ മലയാളം എന്നറിയാം മക്കളെ? വെട്ടുമേടിക്കാൻ ഞാൻ പോകാം. നിങ്ങൾ എന്നെ 1 മിനിറ്റ് ഒന്ന് കേൾക്കാവോ? ഞാൻ എന്ത് തത്രപ്പെട്ട ഇത് പറയുന്നറിയോ? മനസാക്ഷിയില്ലാത്ത ഇരിപ്പിരിക്കരുത് കേട്ടോ. ഹല്ലേലൂയ. യേശു മറിയയുടെ ഉദരം കടമെടുത്ത് ഉലകത്തിൽ വന്നു. യേശുവിനെ കണ്ട ചില പൊട്ടന്മാര് പറഞ്ഞില്ലെന്നറിയോ? യേശു മുഴ മാറ്റി കുഴ നേരെയാക്കി സൗഖ്യം കൊടുത്ത് ഇവിടെ മെഡിക്കൽ കോളേജ് തുടങ്ങാൻ വന്നതാണെന്ന്. വേറെ ചില പൊട്ടന്മാര് വിചാരിച്ച, മോൻ എന്നെ നോക്കി, നമ്മൾ ഒരുമിച്ച് ശുശ്രൂഷിക്കോളാം. വേറെ ചില പൊട്ടന്മാര് വിചാരിച്ചെന്നറിയോ? യേശു കുറെ പെൺപിള്ളേർക്ക് കല്യാണം നടത്തി കൊടുക്കാൻ വന്നതാണ്. വേറെ ചില പൊട്ടന്മാര് വിചാരിച്ചെന്നറിയോമോ? എംബസിയിൽ ഇരിക്കുന്ന മാതാമേനെ തൊട്ടിട്ട് ഇയാളെ അമേരിക്ക വിടാനാ യേശു വന്നെന്ന്. വേറെ ചില പൊട്ടന്മാർ വിചാരിച്ചതെന്നറിയാമോ? SBI ബാങ്കിൽ ഇരിക്കുന്ന മാനേജരെ ദൈവം തൊട്ടിട്ട് എനിക്ക് ലോൺ അനുവദിപ്പിക്കാനാ യേശു വന്നെന്ന്. മണ്ടത്തരമായി പോയി കേട്ടോ. വന്ന എന്തിനാന്നറിയാമോ? നിനക്ക് വിലക്കപ്പെട്ട കനി പറിച്ചു തരാൻ വന്നതാ.
ജീവവൃക്ഷത്തിന്റെ ഫലം പറിക്കാൻ വന്നതാ. നിങ്ങൾ ആത്മാവിന്റെ ലെൻസ് വെച്ചോണം ഒരു 5 മിനിറ്റ്. നിങ്ങൾ പറഞ്ഞില്ലേ യേശു ക്രൂശിലാണെന്ന്, നിങ്ങൾ പറഞ്ഞില്ലേ യേശുവിന്റെ ശരീരം ക്രൂശിലാണെന്ന്. ആത്മാവിന്റെ ലെൻസ് വെച്ച് നോക്കിയാൽ യേശുവിന്റെ വലത്തെ കൈ ക്രൂശെന്ന് പറിച്ചിട്ട് അവൻ കൊണ്ടുപോയത് എങ്ങോട്ടാണെന്നറിയാമോ? ജീവവൃക്ഷത്തിന്റെ ഫലം പറിക്കാൻ. യേശു കരുത്തനെ പോലെ ശ്രദ്ധിച്ചോണം, ദൂത് തീരാൻ പോവാ, നടന്നു നേരെ ജീവവൃക്ഷത്തിന്റെ റൂട്ടിൽ ചെന്നു. എന്നെ കേൾക്കണേ മോനെ, ശരിക്കും നിന്നോണേ. ഇങ്ങനെ ചെല്ലുമ്പോ നിങ്ങളെന്നെ കേൾക്കണ്ടോ? ദൂതൻ വെട്ടാൻ നിൽക്കുക. പക്ഷെ വാള് പൊക്കിയ ദൂതന്റെ കൈ മറച്ചു. കരന്നറിയോ? തൃത്വത്തിൽ രണ്ടാമനും അത്ഭുതത്തിന് മന്ത്രിയും സർവശക്തനുമായ ഓമന കുമാരനാ വരുന്നത്. എങ്ങനെ വെട്ടു? ദൂതന്റെ കൈ വിറയ്ക്കാൻ വാങ്ങി. കൈ വിറച്ചപ്പോ ദൈവം മേളി എന്ന് പറഞ്ഞ വാക്യമാണ് നമ്മൾ വായിച്ചത്. അത് എന്റെ പുരുഷനാ വരുന്നത്. ഈ വെട്ട് മേടിക്കാതെ ആ ഫലം പറിക്കാൻ പറ്റില്ല. കരമടിച്ചാമൻ പറഞ്ഞു, ക്രൂശീകരണം അവൻ റോമാക്കാരന്റെ മസിൽ കൊണ്ടല്ല, യഹൂദന്റെ ചാട്ട കൊണ്ടല്ല, പിതാവിന്റെ അനുവാദം കൊണ്ട് നടന്നതാ. ഒരു വാക്ക് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പോലും. താങ്ക് യു സോ മച്ച്. യേശു മുറിവേറ്റു. യേശു ആപാദചൂടൻ തകർന്നെങ്കിലും യേശു ആ ജീവന്റെ ഫലം പറിച്ചാണ് മറിഞ്ഞു വീണത്. മുറിവേറ്റപ്പോൾ എന്നെ കേട്ടില്ല, അമ്മായി കാട്, മുറിവേറ്റപ്പോൾ ജീവന്റെ ഫലം പറിച്ചു. ഇനി നന്മ തിന്മകളെ പറിച്ചു തിന്നതിന്റെ ശിക്ഷ താൻ മരിച്ചപ്പോൾ അവസാനിക്കുകയും ചെയ്തു. അപ്പം ചോദിക്കേണ്ട ഒരു ചോദ്യം എന്നറിയാം പാസ്റ്ററെ, എടാ സുഭാഷേ, നീ ഇവിടെ കിടന്ന് തൊണ്ട പൊട്ടി കാറി ശബ്ദമലിനീകരണം നടത്താതെ അങ്ങനെ ഒരു പഴം പറിച്ചു തെളിവതാ. വീട്ടിൽ പോയി വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം വായിച്ചാൽ മതി. അവൻ ജയിക്കുന്നവർക്ക് ജീവവൃക്ഷത്തിന്റെ ഫലം തിന്മാൻ കൊടുക്കും. അതെന്ന് പറിച്ചതാണെന്നറിയാമോ? ക്രൂശെ വെച്ച് പറിച്ചതാ. ഒരുമിച്ച് എഴുന്നേറ്റ് നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് രാത്രി ഏത് മഹാഭാവിയുടെയും മരണം അവൻ ഏറ്റെടുക്കും. ജീവന്റെ ഫലം അവൻ നിനക്ക് തരും. എല്ലാ ആര് പോലെ ഞാൻ ആരാധിപ്പിക്കാനും നൃത്തം ചെയ്യിക്കാനും എല്ലാ കണ്ണുകളും അടച്ചിട്ട് ഒരു നിമിഷം എല്ലാ കണ്ണുകളും